മെഴുവേലി ബാബുജി ക്രൈം ത്രില്ലർ. കോമ്പസ്. അടുക്കളവാതിൽ തുറന്ന് ദക്ഷിണ പുറത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ വിടർന്നു. അകത്തേക്ക് തിരിഞ്ഞ് അവൾ പറഞ്ഞു, അമ്മേ, ഇന്ന് 2 ആൾ കൂടിയുണ്ട്. കാപ്പിക്കുള്ള വെള്ളം ഗ്യാസ് അടുപ്പിൽ വച്ചിട്ട് കാവേരിയും വാതിൽക്കിലേക്ക് വന്നു. അവരും കണ്ടു മുറ്റത്ത് 6 മയിലുകൾ. 2 ആൺമയിലുകളും 4 പെണ്ണും. കഴിഞ്ഞ ദിവസം വരെ 4 വന്നുകൊണ്ടിരുന്നത്. റബ്ബർ തോട്ടത്തിനിടയിലെ നേർത്ത മഞ്ഞിലൂടെ അരിച്ചിറങ്ങി വരുന്ന സൂര്യകിരണങ്ങളേറ്റ് ആൺമയിലുകളുടെ പീലികൾ വെട്ടിത്തിളങ്ങി. ദക്ഷിണ പിൻവാങ്ങി സ്റ്റോർ റൂമിൽ നിന്ന് കൈക്കുമ്പിളി ഗോതമ്പ് വാരിക്കൊണ്ടുവന്ന് മുറ്റത്ത് ചിതറിയിട്ടു. ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് മയിലുകൾ അത് കൊത്തി വിഴുങ്ങാൻ തുടങ്ങി. കോഴികളെപ്പോലെ അവറ്റകളിപ്പോൾ ആ കുടുംബത്തോട് ഇണങ്ങിയിരിക്കുന്നു. ഇങ്ങനെ ഇവറ്റകൾക്ക് തീറ്റ കൊടുക്കുന്നത് ഫോറസ്റ്റുകാർ കാണണ്ട. പിന്നിൽ നിന്ന് ശബ്ദം കേട്ട് ദക്ഷിണയും കാവേരിയും ഒന്നിച്ചു നോക്കി. ചന്ദ്രശേഖർ. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SI ആണ് അയാൾ. സ്വന്തം സ്ഥലം താമരശ്ശേരിയായിരുന്നു. ചന്ദ്രശേഖരുടെ അച്ഛൻ്റെ കാലത്ത് 10 വർഷം മുമ്പ് കൊല്ലം ജില്ലയിലെ വെള്ളിയത്ത് താമസമാക്കിയതാണ്. ഇവിടെ മറവൻകോട് 2 ഏക്കർ റബ്ബർ തോട്ടവും തെറ്റില്ലാത്തൊരു വീടുമുണ്ട്. 4 മക്കളാണ് ചന്ദ്രശേഖർ കാവേരി ദമ്പതികൾക്ക്. ആദ്യ പ്രസവത്തിൽ തന്നെ കാവേരിക്കുണ്ടായത് 3 ആൺമക്കൾ: വൈഷ്ണവ്, ഋഷികേശ്, ധനുഷ്. മൂവരും വെള്ളിയ കോളനിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നു. മൂവരും ഏതാണ്ട് ഒരുപോലെയായിരുന്നു. ദക്ഷിണയും ഏട്ടന്മാർക്കൊപ്പം മീതെ അതേ സ്കൂളിൽ തന്നെ 10ാം സ്റ്റാൻഡേർഡിൽ. ചന്ദ്രശേഖർ മയിലുകൾ തീറ്റ എടുക്കുന്നു നോക്കി വാതിൽക്കൽ തന്നെ നിന്നു. ഇത് ആ വീട്ടിലെ മാത്രമല്ല, മറവൻകോര് മാലയിൽ ഭാഗങ്ങളിൽ പലയിടങ്ങളിലെയും കാഴ്ചയാണ്. 100 കണക്കിന് മയിലുകളുടെ ആവേശകേന്ദ്രമായിരുന്നു വെളിയം. പക്ഷേ കരിങ്കൽ ക്വാറികളുടെ വർധനയും അടുത്ത കാലത്ത് ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം തുടങ്ങിയ ക്രഷർ യൂണിറ്റുമൊക്കെ അവറ്റകളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായി. അടുപ്പിൽ വെള്ളം തിളച്ചു. കാവേരി കാപ്പിയിട്ട് കൊണ്ടുവന്ന് ചന്ദ്രശേഖർക്ക് നൽകി. അയാൾ അത് കഴിക്കുമ്പോൾ ദക്ഷിണ മയിലുകൾക്കിടയിലൂടെ നടന്ന് മുറ്റത്തിൻ്റെ കോണിലെത്തി. അവിടെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന കുടമുല്ലയുടെ ചുവട്ടിലേക്ക് എത്തി നോക്കി. എന്നിട്ട് ചന്ദ്രശേഖർക്ക് നേരെ തിരിഞ്ഞു. അച്ഛാ, 7 മുട്ടകളുണ്ട്. ചന്ദ്രശേഖർ ഒന്ന് ചിരിച്ചു. വാസ്തവത്തിൽ നിന്നെ ഇപ്പോഴും നഴ്സറിയിലാണ് പഠിപ്പിക്കേണ്ടത്. ദക്ഷിണ നിരാശ ഭാവിച്ച മുഖം വീർപ്പിച്ചു. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരെ കളിയാക്കുന്നവരുടെ ലോകമാണിത് എന്ന് എൻ്റെ വാക്കുകളല്ല, മുത്തച്ഛൻ്റേതാണ്. തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മയിൽ ചന്ദ്രശേഖർ ഒന്ന് വിളറി. ആ കണ്ണുകളിൽ നടുക്കുന്നൊരു കാഴ്ച മിന്നി. മനസ്സിലൊരു പരാജയബോധവും. ചന്ദ്രശേഖർ കണ്ണിമയ്ക്കാതെ മകളെ തന്നെ നോക്കി. ഒരു മയിൽ കുടമുല്ല ചൂട്ടിൽ മുട്ടയിട്ടത് കണ്ടുപിടിച്ചതും ഇവൾ തന്നെയാണ്. പിന്നെ എന്നും രാവിലെ ഇവൾ ചെന്ന് അത് നോക്കും. മുട്ടകളുടെ ഓരോ ഘട്ടവും നിരീക്ഷിക്കുന്നു എന്നൊരു പാവവും. നിരീക്ഷണത്തിലൂടെയാണല്ലോ ഇപ്പോഴത്തെ പഠന രീതി. ചന്ദ്രശേഖർ ഓർത്തു. എല്ലാ ജീവികളോടും ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവുമാണ് ദക്ഷിണയ്ക്ക്. ഇന്നത്തെ കുട്ടികളിൽ കാണുവാൻ കഴിയാത്ത അപൂർവമായൊരു സ്വഭാവം. അല്ല, ശേഖരേട്ടൻ ഇന്ന് സ്റ്റേഷനിൽ പോകുന്നില്ലേ? കാവേരിയുടെ ചോദ്യം കേട്ടപ്പോൾ ചന്ദ്രശേഖർ ചിന്ത വിട്ടുണർന്നു. പിന്നെ പോകാതെ പറ്റുമോ? നിന്റെ മക്കളെ ഇന്ന് അറസ്റ്റ് ചെയ്യേണ്ടി വരുമോയെന്ന് എൻ്റെ സംശയം. അയാൾ തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും കാവേരിയുടെ മുഖം ഇരുണ്ടു. എന്നിട്ട് നിങ്ങളിങ്ങോട്ട് വാ, പച്ചവെള്ളം തരത്തില്ല ഞാൻ. അത് കേട്ട് ചന്ദ്രശേഖറും ദക്ഷിണയും ചിരിച്ചു. സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റിൻ്റെ പ്ലറ്റൂൺ കമാൻഡറാണ് വൈഷ്ണവ്. നാഷണൽ കാഡറ്റ് കോർപ്പിൻ്റെ കമാൻഡിംഗ് ഓഫീസർ ഋഷികേശും. ധനുഷാകട്ടെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർ ലീഡറും. കുറ്റവാളികൾ പെരുകി വരുന്ന ഇക്കാലത്ത് വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്നത് എന്ത് കണ്ടാലും അവരും സംഘവും അത് തടയും. പോലീസിൻ്റെ സഹായം എപ്പോഴും അവർക്കുണ്ട് താനും. എന്താ ഇന്നത്തെ പ്രശ്നം? കാവേരി ഭർത്താവിനെ നോക്കി. കോളനി ജംഗ്ഷനിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ടല്ലോ. അവിടുത്തെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി തൊട്ട് താഴത്തെ വീട്ടിലെ കിണറ്റിലേക്ക് മലിനജലം കലരുന്നുണ്ട്. ആ വീട്ടിൽ ഒരു കുട്ടി പിള്ളേരുടെ കൂടെ സ്കൂളിൽ പഠിക്കുകയാണ്. വീട്ടുകാർ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. പക്ഷേ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ ഓടനാവട്ടം ശശാങ്കനാണല്ലോ. പഞ്ചായത്ത് സെക്രട്ടറിക്ക് ശശാങ്കൻ മുതലാളിയോട് പറയാൻ പേടി. അവർ പോലീസിലും പരാതി തന്നിരുന്നുവല്ലോ. കേട്ടു നിന്നിരുന്ന ദക്ഷിണയാണ് ചോദിച്ചത്. അതെ. ചന്ദ്രശേഖർ ഒന്ന് പരുങ്ങി. അക്കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് മുകളിൽ നിന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നത്. 3 പേരുടെ ഒന്നിച്ചുള്ള ശബ്ദം. ചന്ദ്രശേഖറും ഭാര്യയും കണ്ടു തങ്ങളുടെ ആൺമക്കൾ പിന്നിൽ നിൽക്കുന്നത്. വൈഷ്ണവ്, ഋഷികേശ്, ധനുഷ്. ബർമുടയും ടീഷർട്ടുമാണ് മൂവരുടെയും വേഷം. ബ്രഷിൽ പേസ്റ്റ് പുരട്ടിക്കൊണ്ട് പുറത്തേക്ക് വരികയാണവർ. ചന്ദ്രശേഖരുടെ അതേ ശരീരപ്രകൃതിയാണ് അവർക്കും. 5.25 അടി ഉയരവും അതിനൊത്ത വണ്ണവും. കോലൻ തലമുടി, ഉറച്ച ശരീരം. ദേ, ഒന്ന് ഞാൻ പറഞ്ഞേക്കാം. ചന്ദ്രശേഖർ മക്കളെ മാറി മാറി നോക്കിക്കൊണ്ട് കാപ്പിക്കപ്പ് ഭാര്യയെ തിരികെ ഏൽപ്പിച്ചു. സ്കൂൾ സ്റ്റുഡൻസ് ആണെന്ന് പറഞ്ഞ് നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല. അവർ മറുപടി പറയും മുമ്പ് ആ പ്രദേശത്തെയാക്കി കിടിലം കൊള്ളിക്കുന്ന 4-5 സ്ഫോടനങ്ങൾ. അവർ ഒന്ന് ഞെട്ടി. മയിലുകൾ ഭീതിയോടെ ചിറകടിച്ചുയർന്നു.
കൊട്ടയപ്പാറയ്ക്കടുത്തുള്ള പുതിയ ക്വാറിയിൽ പാറ പൊട്ടിക്കുകയാണ്. എത്രയോ പരാതികളും പ്രതിഷേധങ്ങളും ഉണ്ടായി. എന്നിട്ടും ഇതൊന്നും തടയാൻ പോലീസിന് കഴിഞ്ഞില്ലല്ലോ അച്ഛാ. വൈഷ്ണവിൻ്റെ ശബ്ദത്തിൽ രോഷം തിങ്ങി. ചന്ദ്രശേഖരൻ്റെ മുഖത്ത് നിസ്സഹായത വന്നു. കോടതി വിധിയുള്ളപ്പോൾ ഞങ്ങളെന്ത് ചെയ്യാനാടാ? ആ വിഷയം തുടരാൻ താല്പര്യമില്ലാത്തതിനാൽ ചന്ദ്രശേഖർ പെട്ടെന്ന് അവിടെ നിന്ന് മാറി. 8 മണി. തീന്മേശക്കരികിൽ അച്ഛനും അമ്മയും മക്കളും ഒത്തുകൂടി. അപ്പോഴാണ് ആൺമക്കൾ പെട്ടെന്ന് ഓർത്തതുപോലെ അച്ഛനെ കൊണ്ട് എന്തോ ഒപ്പിടുവിക്കുന്നത് കാവേരി ശ്രദ്ധിച്ചത്. എന്താടാ, പ്രോഗ്രസ് കാർഡാണോ? കാണട്ടെ. അവർ കൈനീട്ടി. അല്ലമ്മേ, ഓർഗൻ ഡൊണേഷൻ കൺസേൻറ്റാ, ധനുഷ് പറഞ്ഞു. അവയവം ദാനം ചെയ്യാനോ? നിങ്ങളോ? ജീവിച്ചിരിക്കുമ്പോഴല്ലല്ലോ അമ്മേ. എന്തെങ്കിലും കാരണത്താൽ മസ്തിഷ്ക മരണം സംഭവിക്കുകയാണെങ്കിലല്ലേ? ആ നേരത്ത് നമ്മുടെ അവയവങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടാകുന്നത് നല്ല കാര്യമല്ലേ? ഋഷികേഷ് അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. കാവേരിയുടെ മുഖം ചുളിഞ്ഞു. എന്നാലും അവർ തലകുനിച്ചു. അമ്മേ, ഇത് ഞങ്ങളുടെ സ്കൂളിൽ മാത്രമല്ല, എല്ലായിടത്തുമുണ്ട് ഓർഗൻ ഡൊണേഷൻ ഗ്രൂപ്പ്. അങ്ങനെ മരിക്കുമെന്ന് കരുതിയല്ലോ എല്ലാവരും ഇത്തരം സത്പ്രവൃത്തികളിൽ ഭാഗവാക്കാകുന്നത്. മനുഷ്യൻ്റെ കാര്യമല്ലേ, എപ്പോഴോ എങ്ങനെയാണെന്നൊക്കെ ആർക്കറിയാം? ധനുഷ് അമ്മയുടെ താടി പിടിച്ചുയർത്തി. വേണ്ട, എനിക്കിതൊന്നും കേൾക്കണ്ട. കാവേരി കാതുകൾ പൊത്തി. ഇതെല്ലാം കണ്ട് ചന്ദ്രശേഖരൻ്റെ മുഖത്ത് ചിരിയാണ്. അപ്പോൾ ദക്ഷിണ പറഞ്ഞു, അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്നൊരു കുറവേയുള്ളൂ. വിവരദോഷം വേണ്ടുവോളമുണ്ട്. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കാവേരി മകൾക്ക് നേരെ കൈ ഓങ്ങി. പോടിയാ സത്തെ. 8:30. കുട്ടികൾ സ്കൂളിൽ പോകുവാൻ തയ്യാറായി. ചന്ദ്രശേഖരെ കൊണ്ടുപോകുവാൻ സ്റ്റേഷനിൽ നിന്ന് ബൊലോറോ വന്നു. ഭാര്യയെയും മക്കളെയും ഒന്ന് നോക്കിയിട്ട് അയാൾ അതിൽ കയറിപ്പോയി. 4 സൈക്കിളുകളിലാണ് കുട്ടികൾ സ്കൂളിലേക്ക് പുറപ്പെട്ടത്. ചെമ്മൺ റോഡാണ്. ഇരുവശത്തും റബ്ബർ തോട്ടങ്ങൾ. വീടുകൾ ആ ഭാഗത്ത് വളരെ കുറവ്. പരുത്തിയറ NSS ഗ്രാനൈറ്റ് ആൻഡ് മെറ്റൽ ക്രഷർ യൂണിറ്റിനരികിലൂടെ വേണം പോകുവാൻ. അവർ ക്രഷർ യൂണിറ്റിൻ്റെ വാതിലിനോട് ചേർന്ന് പരിസ്ഥിതി മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സത്യാഗ്രഹ പന്തലിന് മുന്നിലെത്തി. യൂണിറ്റ് ആരംഭിച്ചപ്പോൾ തുടങ്ങിയ സമരമാണ്. മൈലുകളുടെ ആവേശ കേന്ദ്രമായ ഇവിടെ യൂണിറ്റ് പ്രവർത്തിക്കരുതെന്ന്. കുന്നിൻ ചെരുവിനോട് ചേർന്നാണ് സ്വകാര്യ വ്യക്തികളുടെ യൂണിറ്റിൻ്റെ പ്രവർത്തനം. ഇതും കോടതി വിധിയുടെയും സർക്കാരിൻ്റെയും പിൻബലത്തിൽ. ദിവസവും 100 കണക്കിന് ടിപ്പർ ലോറികളാണ് ഇടുങ്ങിയ റോഡിലൂടെ പായുന്നത്. വഴിയാത്രക്കാരെയൊന്നും ആരും പരിഗണിക്കാറേയില്ല. ദക്ഷിണ മതിൽക്കെട്ടിന് പുറത്തുകൂടി അകലേക്ക് നോക്കി. താഴ്വരയിൽ നിന്ന് കർണകഠോരമായ ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ ആകാശത്തേക്ക് ഉയരുന്ന പാറപ്പൊടി. അത് കാർമേഘം കണക്കെ ചുറ്റും വ്യാപിക്കുകയാണ്. പെട്ടെന്ന് പൊടിപടലങ്ങൾക്കിടയിലൂടെ 2 മയിലുകൾ പ്രാണരക്ഷാർത്ഥം പറന്നു പോകുന്നത് ദക്ഷിണ കണ്ടു. അവൾക്ക് സങ്കടം തോന്നി. സമരപന്തലിൽ 10-15 പേരുണ്ടായിരുന്നു. അവരിൽ ചിലർ കുട്ടികളെ കണ്ട് പരിചയഭാവത്തിൽ ചിരിച്ചു. അവരും ചിരിച്ചു മുന്നോട്ട് നീങ്ങവേ അടുത്ത നിമിഷം ക്രഷർ യൂണിറ്റിൻ്റെ ഗേറ്റ് കടന്നൊരു ടിപ്പർ ലോറി വെട്ടിത്തിരിഞ്ഞ് പാഞ്ഞു വന്നു. പിന്നെ കേട്ടത് ഒരു നിലവിളി. വൈഷ്ണവും ഋഷികേശും ധനുഷും നടുങ്ങി. സമരപ്പന്തലിൽ ഇരുന്നവർ ചാടിയിറങ്ങി. അവർ കണ്ടു സൈക്കിളിനൊപ്പം റോഡിലേക്ക് മറിയുന്ന ദക്ഷിണ. അത് ശ്രദ്ധിക്കാതെ പൊടി പറത്തിക്കൊണ്ട് ലോറി പാഞ്ഞു പോയി. ആങ്ങളമാർ സൈക്കിൾ താഴെയിട്ട് പെങ്ങൾക്കരികിലേക്ക് ഓടി. അവളെ പിടിച്ചുയർത്തി. സമരക്കാരും ഒപ്പമെത്തി. ലോറി ഇടിച്ചോടി മോളെ നിന്നെ, ധനുഷ് ഗർജിച്ചു. ഇല്ല ചേട്ടാ, ഇടിക്കുമെന്ന് തോന്നിയപ്പോൾ ഞാൻ വെട്ടിച്ചതാ സൈക്കിൾ. അവളുടെ ശബ്ദം വിറച്ചു. അവൾ ശ്വാസം വിടാൻ പോലും പാടുപെട്ടു. മരണത്തെ ടിപ്പറിൻ്റെ രൂപത്തിൽ മുന്നിൽ കണ്ടത് ഇപ്പോഴും മായുന്നില്ല മനസ്സിൽ നിന്ന്. അവളുടെ വലം കൈ തറയിലുരഞ്ഞ് മണ്ണും ചോരയും കുഴഞ്ഞു പറ്റിയിരുന്നു. ഋഷികേശ് കർച്ചീഫ് എടുത്ത് അത് തുടച്ചു മാറ്റി. തറയിൽ വീണ സ്കൂൾ ഭാഗം എടുത്ത് പൊടി തട്ടി. വൈഷ്ണവ് സൈക്കിളെടുത്ത് സ്റ്റാൻഡിൽ വെച്ചു. എന്നാലും വണ്ടി ഓടിക്കുന്നതിന് ഒരു മര്യാദയ്ക്ക് വേണ്ടേ? ആളുകൾ പിറുപിറുത്തു. അതെങ്ങനാ? ഇവന്മാരോട് ചോദിക്കാനും ഇവനെയൊക്കെ തടയാനുമുള്ള ധൈര്യം ആർക്കുമില്ലല്ലോ. ശശാങ്ക മുതലാളിയുടെ ആളുകളാണെന്ന അഹങ്കാരമാ. വൈഷ്ണവ് പെങ്ങളുടെ നിറയുന്ന കണ്ണുകളിലേക്ക് ഒന്ന് നോക്കിയിട്ട് വെട്ടിത്തിരിഞ്ഞു. പകയോടെ ക്രഷർ യൂണിറ്റിലേക്ക് നോക്കി. വാച്ചർ അമ്പരന്നതുപോലെ അവിടെ നിൽക്കുന്നു. കുറച്ചകലെയുള്ള ഓഫീസിൻ്റെ മുറ്റത്ത് കിടന്നിരുന്ന ബെൻസ് കാറിൻ്റെ അരികിൽ നിന്നും ചിലർ അവിടേക്ക് ശ്രദ്ധിക്കുന്നു. വാടാ, സഹോദരന്മാരുടെ ഒച്ചയിൽ പറഞ്ഞുകൊണ്ട് വൈഷ്ണവ് ഗേറ്റിലേക്ക് കുതിച്ചു. ഋഷികേശും ധനുഷും പിന്നാലെ. വാച്ചർക്ക് അപകടം മണത്തു. മിന്നൽ വേഗത്തിൽ അയാൾ 10 അടി ഉയരമുള്ള ഇരുമ്പ് ഷീറ്റ് പതിച്ച ഗേറ്റ് തള്ളിയടച്ച് ഓടാമ്പുരിട്ടു അകത്തുനിന്ന്. ഋഷികേശ് അതിൽ ആഞ്ഞു ചവിട്ടി. തുറക്കടാ. അകത്തു നിന്ന് യാതൊരു അനക്കവും കേട്ടില്ല. ധനുഷും അലറി. മര്യാദയ്ക്ക് തുറന്നോ, അല്ലെങ്കിൽ പിന്നീട് തുറക്കാൻ കുറച്ച് പാടുപെടുമേ. അപ്പോഴും പ്രതികരണമില്ല. ഞാനിപ്പം വരാം. സഹോദരന്മാരുടെ ശബ്ദം താഴ്ത്തിയിട്ട് ധനുഷ് തറയിലിട്ട് സൈക്കിൾ ഉയർത്തി ശരം കണക്കെ വീട്ടിലേക്ക് പാഞ്ഞു. സമരക്കാർക്കൊന്നും മനസ്സിലായില്ല. 5 മിനിറ്റിനുള്ളിൽ അവൻ മടങ്ങിയെത്തി. അവൻ്റെ വലതു കൈയിൽ ഗോദ്രേജിൻ്റെ ഒരു വലിയ താളുണ്ടായിരുന്നു. അതുകൊണ്ട് ധനുഷ് ഗേറ്റ് പുറത്തുനിന്നും ഓടാമ്പലിട്ട് പൂട്ടി. താക്കോൽ പോക്കറ്റിലിട്ടു. കനത്ത ചുറ്റുമതിലാണ് 60 ഏക്കർ വരുന്ന ക്രഷർ യൂണിറ്റിന് ചുറ്റും. ഇനി ഈ ഗേറ്റ് തുറക്കാതെ ആർക്കും പുറത്തേക്ക് പോകാനാവില്ല. കണക്കായിപ്പോയി. ആരോ പറയുന്നത് കുട്ടികൾ കേട്ടു. വാ, നമുക്ക് പോകാം. ഒന്നും സംഭവിക്കാത്ത പോലെ പെങ്ങളെയും കുട്ടി അവർ സ്കൂളിലേക്ക് പോയി. 9 മണി. പ്രയർ കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പൽ വൈഷ്ണവിനെയും ഋഷികേശിനെയും ധനുഷിനെയും തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. SPC, NSS, NCC യൂണിറ്റുകളുടെ ചാർജുള്ള അധ്യാപകരും ഉണ്ടായിരുന്നു അവിടെ. ലിസൺ,
പ്രിൻസിപ്പൾ അവരോട് പറഞ്ഞു. സമാധാനപരമായിരിക്കുന്ന സമരം. നമുക്ക് ആരോടും ശത്രുതയില്ല. എന്നാൽ നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുകയും വേണം. മനസ്സിലായല്ലോ? അങ്ങനെ 3 യൂണിറ്റുകളിലുമുള്ള വിദ്യാർത്ഥികൾ, പെൺകുട്ടികളടക്കം കോളനി ജംഗ്ഷനിലേക്ക് നീങ്ങി. ശുദ്ധജലം, മൗലികാവകാശം എന്നൊരു ബാനറും അവർ മുന്നിൽ പിടിച്ചിരുന്നു. വിദ്യാർത്ഥികൾ സ്കൂളിന്റെ ഗേറ്റ് കടന്നതും 2 ടിപ്പർ ലോറികൾ പാഞ്ഞു വന്നു. ഭയാനകമായ ഒരു ശബ്ദത്തോടെ അവർക്ക് മാർഗതടസ്സമായി അവ ബ്രേക്കിട്ടു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നെറ്റിച്ചുളിഞ്ഞു. എന്താ ഇങ്ങനെ? അവർ പരസ്പരം നോക്കി. ഇത് ഞങ്ങൾക്കുള്ള കൊട്ടേഷന് സാറേ, ധനുഷ് മന്ത്രിച്ചു. അടുത്ത സെക്കൻഡിൽ ടിപ്പറുകളിൽ നിന്ന് 20ഓളം ആളുകൾ ചാടിയിറങ്ങി. അവർ ആയുധങ്ങൾ പിന്നിൽ മറച്ചു പിടിച്ചിരിക്കുന്നത് അധ്യാപകർ ശ്രദ്ധിച്ചു. ഒറ്റ നോട്ടത്തിൽ ഗുണ്ടകളെപ്പോലെ തോന്നിക്കുന്ന അവർ മുന്നോട്ട് വന്നു. എന്താ? അധ്യാപകർ വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് ചെന്ന് തടയാനാഞ്ഞു. സാറന്മാർ അങ്ങോട്ട് മാറി നിന്നേ. അവരെ തള്ളിമാറ്റി. ഗുണ്ടകളുടെ നേതാവെന്ന് തോന്നിക്കുന്നവൻ മുന്നിലെത്തി. വൈഷ്ണവിൻ്റെ കണ്ണുകൾ ഇടുങ്ങി. ഐസ് തമ്പി, ശശാങ്കൻ്റെ ഗുണ്ട. അയാളുടെ കണ്ണുകൾ വൈഷ്ണവിൻ്റെയും ഋഷികേശിൻ്റെയും ധനുഷിൻ്റെയും മുഖങ്ങളിലേക്ക് മാറി മാറി പതിഞ്ഞു. ഇതിലെ ഏതവനാടാ ഞങ്ങളുടെ ഗേറ്റ് പൂട്ടിയത്? ഐസ് തമ്പി ആക്രോശിച്ചു. എന്താ അറിഞ്ഞിട്ട്? വൈഷ്ണവ് ഒട്ടും പതറിയില്ല. അവനെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത്, ഗേറ്റ് തുറപ്പിക്കാൻ. അത് കേട്ടപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് ഒരു മർമ്മരമുയർന്നു. ഞങ്ങളെ തടയാൻ നിങ്ങളാരാ? അവർ മുന്നോട്ട് ഇരച്ചു വന്നു. അധ്യാപകർ വീണ്ടും ഇടയ്ക്ക് കയറി. വേണ്ട, ഞങ്ങൾ ഇവരോട് സംസാരിക്കാം. തുടർന്ന് അവർ ഐസ് തമ്പിയുമായി സംസാരിച്ച് എല്ലാം മനസ്സിലാക്കി. റോഡ് ബ്ലോക്കാകാൻ തുടങ്ങിയിരുന്നു. വാഹനങ്ങളുടെ നീണ്ട ഓണടികൾ. അധ്യാപകർ വൈഷ്ണവിനെയും ഋഷികേശിനെയും നോക്കി. നേരാണോ ഇയാൾ പറയുന്നത്? നേരാ, ഋഷികേശ് സമ്മതിച്ചു. എങ്കിൽ ആ താക്കോലങ്ങ് കൊടുക്ക്. സർ, ക്ഷമിക്കണം, ഞങ്ങൾ അനുസരണമില്ലായ്മ കാണിക്കുകയാണെന്ന് കരുതരുത്, വൈഷ്ണവ് പറഞ്ഞു. ഞങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ മരണപ്പാച്ചിൽ നടത്തുന്ന ക്രഷർ യൂണിറ്റുകാരുടെ ലോറിക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവണം ആദ്യം. അത് ജില്ലാ കളക്ടറുടെയും പോലീസ് മേധാവിയുടെയും സാന്നിധ്യത്തിലാവണം. അവരുടെ ഉറപ്പിലല്ലാതെ താക്കോൽ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. ചുറ്റും ജനങ്ങൾ കൂടിക്കൂടി വരികയാണ്. എടാ കൊച്ചനെ, SIയുടെ മകനാണെന്ന് കരുതി കളിക്കല്ലേ, ചവിട്ടി നടുവോടിക്കും ഞങ്ങൾ. ഐസ് തമ്പി പിന്നിൽ പിടിച്ചിരുന്ന ജാക്കി ലിവർ മുന്നോട്ട് നീട്ടി. എന്നാൽ അത് തന്നെ കാണട്ടടാ. വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും വെല്ലുവിളി ഉയർന്നു. രംഗം പന്തിയല്ലെന്ന് അധ്യാപകർക്ക് ബോധ്യമായി. ഏയ്, അവർ കൈ ഉയർത്തി. ആരവം അല്പം അടങ്ങി. SPCയുടെ ചുമതലയുള്ള അധ്യാപകർ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ രാജൻ ബാബു സാർ ഐസ് തമ്പിക്ക് നേരെ തിരിഞ്ഞു. നോക്ക്, നിങ്ങൾക്ക് മാന്യമായി ഈ പ്രശ്നം ഡീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ മാത്രം എൻ്റെ കൂടെ സ്കൂളിലേക്ക് വരിക. ഐസ് തമ്പി പല്ലിളിച്ചു. സാർ ഇതിൽ ഇടപെടണ്ട. ഇത് SIയുടെ മക്കളും ഞങ്ങളും തമ്മിലുള്ള പ്രശ്നമാണ്. അയാൾ ജാക്കി ലിവർ ചൂണ്ടിയിട്ട് തുടർന്നു. ജീവൻ വേണേൽ സാർമാർ മാറിക്കോ. ഞങ്ങളോട് കളിക്കാൻ നിൽക്കല്ലേ. എന്തു വന്നാലും ഗേറ്റ് പൂട്ടിയവനെയും കൊണ്ട് ഞങ്ങൾ പോകും. പിള്ളേരുടെ മുന്നിൽ വെച്ച് സാർമാർ ഞങ്ങളുടെ നാവിന്നൊന്നും കേൾക്കരുത്. നിങ്ങളൊന്ന് സമാധാനിക്കുക, നമുക്ക് പരിഹാരമുണ്ടാക്കാം. വണ്ടിയൊന്ന് മാറ്റിയിട ആദ്യം. മറ്റു വാഹനങ്ങൾ പോകട്ടെ, NSSൻ്റെ വിനു സാറും പറഞ്ഞു. സ്കൂളിൻ്റെ പടിക്കൽ വന്ന് ഗുണ്ടായുസം കാണിക്കുന്നത് ശരിയാണോ? ഉപദേശമൊക്കെ സാറ് പിള്ളേർക്ക് കൊടുത്താൽ മതി, ഞങ്ങളോട് വേണ്ട. അല്ലെങ്കിൽ ഞങ്ങളുടെ ഗേറ്റ് പൂട്ടിയവനെ വിട്ടുതാ. തമ്പിക്ക് പിന്നിൽ നിന്നിരുന്ന ഗുണ്ടകൾ ഒച്ച ഉയർത്തി. അവർ വിദ്യാർത്ഥികളെ തല്ലും എന്ന ഭാവത്തിലായി. നീയൊന്നും ഒരുത്തനെയും ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല. വിദ്യാർത്ഥികളിൽ ആർക്കും ക്ഷമ നശിച്ചു. സംഘർഷം മുറുകുകയാണ്. പെട്ടെന്ന് നിരന്നു കിടന്ന വാഹനങ്ങൾക്കിടയിലൂടെ 2 ബൈക്കുകൾ വെട്ടിപ്പുളഞ്ഞു പാഞ്ഞെത്തി. അവ വിദ്യാർത്ഥികൾക്കും ഗുണ്ടകൾക്കും ഇടയിൽ നിന്നു. അതിൽ ഈ 2 പേരുണ്ടായിരുന്നു. യാതൊരു തിടുക്കവും കൂടാതെ അവരും ഇറങ്ങി. നേതാവെന്ന് തോന്നിക്കുന്നവൻ ചുറ്റും ഒന്ന് നോക്കി. വിദ്യാർത്ഥികളെ തല്ലാൻ ചങ്കുറപ്പുള്ളവന്മാർ ഇക്കൂട്ടത്തിലുണ്ടെങ്കിൽ മുന്നോട്ട് നീങ്ങി നിൽക്കടാ, ഞാനൊന്ന് കാണട്ടെ. അവൻ്റെ ശബ്ദം വെടിവെച്ച പോലെ ഉയർന്നു. ഉത്സവപ്പറമ്പിൽ കറണ്ട് പോയതുപോലെ ഒരു നിശബ്ദത അവിടെ പെട്ടെന്ന് പരന്നു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഐസ് തമ്പി അടക്കമുള്ള ഗുണ്ടകൾക്കും അവനെ മനസ്സിലായി. പ്രകാശ് ചന്ദ്രൻ, കൊട്ടാരക്കര SP ബാസുരചന്ദ്രൻ്റെ മകൻ. ചന്ദ്രശേഖരന് SP സ്വന്തം സുഹൃത്തിനെ പോലെയാണ്. അയാളുടെ വീട്ടിലെ ഏത് വിശേഷത്തിനും SPയുടെ കുടുംബവും ഉണ്ടാവും. ഡിഗ്രി പഠനം പൂർത്തിയായി കഴിഞ്ഞ് സ്വല്പം രാഷ്ട്രീയവും സ്വന്തമായി ഒരു ജിംനേഷ്യം നടത്തുകയാണ് പ്രകാശ് ചന്ദ്രൻ. വൈഷ്ണവും ഋഷികേശും ധനുഷും ചില അവസരങ്ങളിൽ പ്രകാശിൻ്റെയും സുഹൃത്തുക്കളുടെയും സഹായം തേടാറുണ്ട്. കാരണം മയക്കുമരുന്ന് ലോബികൾ വിദ്യാർത്ഥികൾക്ക് ഒരു തലവേദന എന്നത് തന്നെ. 2 വട്ടം വൈഷ്ണവിനെയും മറ്റും അപകടപ്പെടുത്താനും അജ്ഞാത ലോബികൾ ശ്രമിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ രക്ഷകനായി എത്തിയത് പ്രകാശ് ചന്ദ്രനാണ്. SPയുടെ മകൻ എന്ന ലേബലും എന്തു കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്ന കുറച്ച് കൂട്ടുകാരും ഉള്ളതിനാൽ അവനോട് നേരിട്ട് മുട്ടാൻ ഏത് കൊട്ടേഷൻകാരും ഒന്നറച്ചിരുന്നു. പ്രകാശ് ചന്ദ്രൻ പിന്നെയും ഒച്ച ഉയർത്തി. വിദ്യാർത്ഥികളെ തല്ലാൻ ആർക്കാണ് ധൈര്യം? തമ്പി പതറുന്നത് മറ്റുള്ളവർ അത്ഭുതത്തോടെ കണ്ടു. ഇത്രയും നേരം അട്ടഹാസങ്ങളുമായി നിന്നിരുന്ന തമ്പിയും കൂട്ടരും ഇപ്പോൾ പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കുന്നു. പ്രകാശ് ചന്ദ്രൻ അധ്യാപകരെ നോക്കി ഒന്ന് കണ്ണിറുക്കിയിട്ട് ഋഷികേശിനോട് കാര്യം തിരക്കി. ചുരുങ്ങിയ വാക്കുകളിൽ ഋഷികേശ് കാര്യം പറഞ്ഞു. പ്രകാശിൻ്റെ മുഖം കനത്തു. അവൻ ഐസ് തമ്പിക്ക് നേരെ വെട്ടിത്തിരിഞ്ഞു.
ഇവരായതുകൊണ്ട് അത്രയേ ചെയ്തുള്ളൂ. ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ ഇന്നോടെ നിൻ്റെയൊക്കെ ക്രഷർ യൂണിറ്റിൻ്റെ പ്രവർത്തനം നിർത്തിയേനെ. അത് ആരൊക്കെ എതിർത്താലും. തമ്പിയുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടി. പ്രകാശ് സാർ, അത് സാറോ? ഏത് വകുപ്പിലാടാ ഞാൻ നിൻ്റെ സാറായത്? നിൻ്റെയൊക്കെ വീട്ടിലെ ഒരു പെൺകുട്ടിയായി ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്തേനെ? തമ്പിയും കൂട്ടരും മിണ്ടിയില്ല. ബ്ലോക്കായി പോയ വാഹനങ്ങളുടെ നീണ്ട ഓണലിക്കിടയിലും അവൻ്റെ ശബ്ദം ഉയർന്നു. പ്രകാശ് ചന്ദ്രൻ തുടർന്നു. അല്ലെങ്കിൽ തന്നെ നിനക്കൊക്കെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചാലെന്താടാ? ഈ ടിപ്പർ എന്ന് പറയുന്നത് യാത്രക്കാരുടെ നെഞ്ചത്ത് കൂടി ഓടിക്കാനുള്ള സാധനമാണോടാ? അവൻ തല കുടഞ്ഞു. മാന്യമായിട്ട് ടിപ്പർ ഓടിക്കുന്ന ഒരുപാട് പേരുണ്ടടാ ഇപ്പോഴും ഈ നാട്ടിൽ. ഇവർ പറഞ്ഞതുപോലെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി ഗേറ്റ് തുറക്കുന്നത്. അതല്ലെങ്കിൽ നീയൊക്കെ തന്നെ അങ്ങ് തുറന്നോ. അവൻ്റെ ശബ്ദത്തിന് തീ പിടിച്ചു. പ്രകാശ് ചന്ദ്രൻ എയ്സ് തമ്പിയുടെ മുഖത്തിന് നേർക്ക് കൈ ചൂണ്ടി. പക്ഷേ ഇനിയും ഇത്തരം തെമ്മാടിത്തരത്തിന് മുതിർന്നാൽ ടിപ്പർ മാത്രമല്ല, കയ്യും കാലും കെട്ടി നിന്നെയൊക്കെയും അതിലിട്ട് കത്തിക്കിന്നെ. പോയി പറഞ്ഞേക്ക് നിൻ്റെയൊക്കെ മുതലാളിയോട്. അവൻ വൈഷ്ണവിനെയും ഋഷികേശിനെയും ധനുഷിനെയും നോക്കി. എന്താ അതുപോലെ? ഇവന്മാർ തന്നെ താഴത്ത് ഗേറ്റ് തുറക്കട്ടെ. മതി, അവർ സമ്മതിച്ചു. റോഡിൽ ഇരുവശത്തും 1 കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടിരുന്നു. വെയിലിന് ചൂട് കൂടിത്തുടങ്ങി. എന്നാൽ ഗുണ്ടച്ചേട്ടന്മാർ പോയാട്ടെ. പ്രകാശ് ചന്ദ്രൻ കൈ കാണിച്ചു. രോഷത്തോടെ കടപ്പല്ലുകൾ ഞെരിച്ചുകൊണ്ട് തമ്പി തിരിഞ്ഞു. അയാൾ എന്തോ പിറുപിറുക്കുന്നത് പ്രകാശ് ചന്ദ്രൻ കേട്ടു. ഒന്ന് നിന്നടാ. തമ്പി നിന്നു. പിന്നെ തോളിന് മുകളിലൂടെ തല തിരിച്ച് പ്രകാശിനെ നോക്കി. നീ എൻ്റെ അച്ഛനെ വിളിച്ചതാണ് അല്ലേ? അയ്യോ അല്ല. തമ്പി അമ്പരന്നു. ശരി, ഇപ്പോൾ പോയിക്കോ. പക്ഷേ എൻ്റെ മേലേക്ക് ടിപ്പർ കയറ്റിക്കാമെന്ന് കരുതല്ലേ. തമ്പിയുടെ തല കുനിഞ്ഞു. പിന്നെ വേഗം എല്ലാവരും ടിപ്പറുകളിൽ കയറി. അവ മറ്റു വാഹനങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് നീങ്ങിയതോടെ ഗതാഗത കുരുക്ക് കഴിഞ്ഞു. ഓഡിറ്റോറിയത്തിലേക്ക് ഞങ്ങളും വരണോ ബാബു സാറേ? തമാശ രൂപത്തിലാണ് പ്രകാശ് ചന്ദ്രൻ തിരക്കിയത്. വേണ്ട വേണ്ട, ഞങ്ങൾ സമാധാനപരമായിട്ടൊന്ന് സമരം ചെയ്തോട്ടെ. നിങ്ങളും കൂടി വന്നാൽ അത് അക്രമാസക്തമാകും. ബാബു സാർ പറഞ്ഞപ്പോൾ വിദ്യാർത്ഥികളടക്കം എല്ലാവരും ചിരിച്ചു. പ്രകാശ് ചന്ദ്രനും പോയി. ഓഡിറ്റോറിയം ബാനറുമായി വിദ്യാർത്ഥികളുടെ സംഘം അവിടേക്ക് അടുക്കുമ്പോഴേ കണ്ടു. ഗേറ്റ് അടച്ചുപൂട്ടി. മുന്നിൽ കാക്കിപ്പട. SI ചന്ദ്രശേഖരവും സംഘവും. ഋഷികേശേ, നിങ്ങളുടെ അച്ഛൻ നമ്മളെ പൊക്കി അകത്താക്കുമോടാ? നല്ല കഥയായി. എങ്കിലിന്ന് അച്ഛൻ സിറ്റൗട്ടിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ധനുഷാണ് മറുപടി പറഞ്ഞത്. വിദ്യാർത്ഥി നേതാക്കൾ മുദ്രാവാക്യം വിളിച്ചു കൊടുത്തു. ഓഡിറ്റോറിയം അടച്ചുപൂട്ടുക, അല്ലെങ്കിൽ ബാത്റൂം മാറ്റി പണിയുക, ശുദ്ധജലം കുടിക്കാൻ അനുവദിക്കുക. മറ്റുള്ളവർ അത് ഏറ്റുവിളിച്ചു. ഓഡിറ്റോറിയത്തിൻ്റെ ഗേറ്റിന് മുന്നിൽ പോലീസുകാർ വിദ്യാർത്ഥികളെ തടഞ്ഞു. അവിടെ അച്ഛനും മക്കളുമല്ലായിരുന്നു, പോലീസുകാരും സമരക്കാരുമായിരുന്നു. അകത്തേക്ക് പോകാൻ പറ്റില്ല. ചന്ദ്രശേഖർ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നോക്കി. ഇതിൻ്റെ ഉടമസ്ഥൻ പോലീസ് സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിന് ഞങ്ങളിതൊന്നും തല്ലി തകർക്കാൻ വന്നതല്ല സാർ. രാജൻ ബാബു ഇൻസ്പെക്ടറുമായി സംസാരിച്ചു. ഞങ്ങളുടെ ഒരു വിദ്യാർത്ഥിനിയും കുടുംബവും ഉപയോഗിക്കുന്നത് മലിനജലമാണ്. അത് പറ്റില്ല. ഇന്ന് ഇതിനൊരു തീരുമാനമുണ്ടാകണം. രാജൻ ബാബുവിൻ്റെ കണ്ണുകൾ ചന്ദ്രശേഖരൻ്റെ തോളിന് മുകളിലൂടെ ഓഡിറ്റോറിയത്തിൽ പതിഞ്ഞു. ഒരു സിനിമ തിയേറ്ററാണെന്ന് തോന്നും. അവിടുത്തെ ഒരു ദിവസത്തെ വാടക 2.5 ലക്ഷമാണ്. ഞാനൊരു തീരുമാനം പറഞ്ഞാൽ അത് ശരിയാവില്ല ബാബു സാറേ. ചന്ദ്രശേഖരൻ്റെ കണ്ണുകൾ പുത്രന്മാരിലൂടെ ഒന്ന് തെന്നി നീങ്ങി. അവർ ഉറച്ച മട്ടിലാണ്. NCCയുടെ നിഖിൽ സാറും ചന്ദ്രശേഖരോട് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾക്കും അറിയാം സാർ. സാറ് തന്നെ ഓടനാവട്ടം ശശാങ്കനുമായി ഒന്ന് സംസാരിക്കേ. അയാളിപ്പോൾ ഇവിടെയില്ല. ആകെയുള്ളത് ഒരു വാച്ചർ മാത്രം. എങ്കിൽ ശശാങ്ക മുതലാളി വരുമോ എന്ന് തന്നെ അറിയണമല്ലോ. NSSൻ്റെ വിനു സാറും സംസാരിച്ചു. തുടർന്ന് അയാൾ വിദ്യാർത്ഥികളോട് അവിടെ കുത്തിയിരിക്കാനും നിർദ്ദേശിച്ചു. അവർ പോലീസുകാർക്ക് മുമ്പിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കാൻ തുടങ്ങി. ചന്ദ്രശേഖർ തൻ്റെ പുത്രന്മാരെ നോക്കി. യാതൊരു പരിചയഭാവവും അവർ കാണിക്കുന്നില്ല. SI എഴുക്കോൺ CIക്കും കൊട്ടാരക്കര SPക്കും മെസ്സേജ് നൽകി. 15 മിനിറ്റിനുള്ളിൽ SP ബാസുരചന്ദ്രൻ്റെ തൂവെള്ള ഇന്നോവ കാർ അവിടെ ബ്രേക്കിട്ടു. പിൻസീറ്റിൽ നിന്ന് SP ഇറങ്ങി. തുപ്പി നേരെ വെച്ചു. പാൻസ് അല്പം വലിച്ചിട്ടു. എന്നിട്ട് കട്ടിമീശയിൽ തടവിക്കൊണ്ട് ചുറ്റും ശ്രദ്ധിച്ചു. വിദ്യാർത്ഥികളുടെ സമരം കണ്ട് നാട്ടുകാരും അവിടെ തടിച്ചു കൂടിയിരുന്നു. ചന്ദ്രശേഖറും പോലീസുകാരും പെട്ടെന്ന് അറ്റൻഷനായി. SIയിൽ നിന്ന് SP കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നീട് രാജൻ ബാബു സാർ, വിനു സാർ, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവരുമായി SP സംസാരിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് മാത്രമായി ഇക്കാര്യത്തിൽ യാതൊരു ഉറപ്പും നൽകാനാവില്ല. ഇന്നൊരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങളും പിന്മാറില്ല സാർ. ഋഷികേശ് തീർത്തു പറഞ്ഞു. ഇത് കുടിവെള്ളത്തിൻ്റെ കാര്യമാണ്. ബാസുരചന്ദ്രൻ ചന്ദ്രശേഖരെ അല്പം അകലേക്ക് വിളിച്ചു മാറ്റി നിർത്തി സംസാരിച്ചു. എന്ത് ചെയ്യുമടോ? തനിക്കറിയാമല്ലോ ആ ശശാങ്കൻ്റെ കാര്യം. അയാൾ എടുക്കത്തില്ല. തൻ്റെ മക്കളാണാൽ അതിനേക്കാൾ വാശിക്കാരും. ചന്ദ്രശേഖരൻ നിസ്സഹായനായി. അയാൾ പറഞ്ഞു. ന്യായം കുട്ടികളുടെ ഭാഗത്ത് തന്നെയാണല്ലോ സാർ. ഏതായാലും MLA ഒന്ന് വിളിക്കേ. അത് ശരിയാണെന്ന് SPക്ക് തോന്നി. അയാൾ MLA അബ്ദുൾ റസാഖിനെ വിളിച്ച് വിവരം പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ MLAയും എത്തി. എന്നിട്ടും ചർച്ച വിജയിച്ചില്ല. കാരണം MLAയ്ക്കും കൃത്യമായ ഒരു ഉറപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകുവാനായില്ല. നേരം ഉച്ചയോടടുത്തു. ഇതിനിടെ അബ്ദുൾ റസാഖ് പലവട്ടം ഓടനാവട്ടം ശശാങ്കനുമായി ഫോണിൽ സംസാരിച്ചു. അയാളൊന്നും വഴങ്ങിയില്ല. അവസാനം MLAയുടെ നിർബന്ധപ്രകാരം അവിടെ വരാമെന്നേറ്റു.
1:30 മണിയോടെ ഒരു കറുത്ത ഓഡി SQ7 ആഡംബര കാർ ഒഴുകി വരുന്നത് പോലെ അവിടെ വന്നു നിന്നു. ജനങ്ങൾക്കിടയിൽ ഒരു മർമ്മരമുണ്ടായി. കാറിൻ്റെ കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഓടനാവട്ട ശശാങ്കൻ ഇറങ്ങി. ഉയരം കുറഞ്ഞ വെളുത്തു തടിച്ച കഷണ്ടിക്കാരൻ. കയ്യിലും കഴുത്തിലും കനത്ത സ്വർണ്ണ ചെയിനുകൾ. സ്വർണ്ണനൂൽ പാകിയ കരയുള്ള മുണ്ടും കടുനീല ഹാഫ് കൈ ഷർട്ടും വേഷം. ലെതർ ചെരുപ്പ്. തൂങ്ങി നിൽക്കുന്ന പോലെയുള്ള കൺപോളകൾ. അയാളെ കണ്ടതോടെ വിദ്യാർത്ഥികളുടെ മുദ്രാവാക്യത്തിന് ശക്തി കൂടി. അവരെ നോക്കി പുച്ഛിച്ചൊന്ന് ചിരിച്ചു ശശാങ്കൻ. ഈ പീക്കിരി പിള്ളേർ തൊണ്ട കീറുന്നത് കണ്ടിട്ടാണോ റസാഖ് സാറ് എന്നെ വിളിച്ചു വരുത്തിയത്? അബ്ദുൾ റസാഖ് ശബ്ദം താഴ്ത്തി. ശശാങ്ക, പതുക്കെ. വിദ്യാർത്ഥികളോട് മാന്യമായിട്ട് പെരുമാറിയില്ലെങ്കിൽ പ്രശ്നം വഷളാകും. ശശാങ്കൻ താടിച്ചൊറിഞ്ഞു. പിന്നെ ഞാനും വിദ്യാർത്ഥിയായിരുന്നിട്ടുണ്ട് റസാഖ്. അതുകൊണ്ട് അക്കാര്യം പറഞ്ഞ് പേടിപ്പിക്കാതെ. വാസുരചന്ദ്രനും ശശാങ്കനുമായി സംസാരിച്ചു. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എങ്കിൽ വാ. പക്ഷേ പ്രയോജനമുണ്ടാകുമെന്ന് കരുതരുത്. അനിഷ്ടത്തോടെ ശശാങ്കൻ സമ്മതിച്ചു. വാച്ചർ ഗേറ്റ് തുറന്നു കൊടുത്തു. ശശാങ്കനും SP-യും MLA-യും ആദ്യം അകത്തേക്ക് പോയി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അധ്യാപകരെയും വിദ്യാർത്ഥി പ്രതിനിധികളെയും അവിടേക്ക് വിളിപ്പിച്ചു. രാജകീയമായ മുറി. AC-യുടെ കുളിർമയിൽ തൻ്റെ എക്സിക്യൂട്ടീവ് ചെയറിൽ പിന്നോട്ട് ചാരിയിരുന്ന് എല്ലാവരെയും ഒന്ന് നോക്കി ശശാങ്കൻ. അയാൾക്ക് മുന്നിൽ SP-യും MLA-യും ഇരിപ്പുണ്ട്. വേറെ കസാരകളുണ്ടെങ്കിലും അധ്യാപകരോടോ വിദ്യാർത്ഥികളോടോ ഒന്നിരിക്കാൻ പോലും അയാൾ പറഞ്ഞില്ല. ശശാങ്കൻ സംസാരിച്ചു. നിങ്ങളുടെ പരാതി ഇവർ എന്നോട് പറഞ്ഞു. പക്ഷേ ഈ ഓഡിറ്റോറിയം ഉയർന്ന ഭാഗത്തായതിനാൽ താഴെയുള്ള വീടിൻ്റെ മുറ്റത്തേക്ക് മലിനജലം ചെന്നിട്ടുണ്ടാവാം. അതിന് ഞാനെന്ത് ചെയ്യാനാ? അയാൾ കൈകൾ കൊണ്ട് മേശയിൽ താളം പിടിച്ചു. അങ്ങനെ സംഭവിച്ചത് നിർമ്മാണത്തിലെ അപാകത കൊണ്ടല്ലേ? വൈഷ്ണവ് പെട്ടെന്ന് തിരക്കി. ചീ, നിർത്തടാ. ശശാങ്കൻ ചാടി എഴുന്നേറ്റ് കഴിച്ചുകൊണ്ട്. നിന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? പിന്നെ ഞങ്ങളെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്? ഋഷികേശിന് ദേഷ്യം വന്നു. നിങ്ങൾ മിണ്ടാതെ നിൽക്ക്. ബാബു സാറും മിനു സാറും അവരെ ശാസിച്ചു. അവർ അടങ്ങി. ശശാങ്കൻ തുടർന്നു. ഞാൻ ചിന്തിച്ചിട്ട് ഇതിന് ഒരൊറ്റ പോംവഴിയേ ഉള്ളൂ. 5 സെൻറ്റ് പുരയിടവും ഒരു കൊച്ചു വീടുമല്ലേ അവർക്കുള്ളൂ. അത് ഞാനിങ്ങെടുത്തോളാം, അവർ പറയുന്ന വിലയ്ക്ക്. അയാൾ വീണ്ടും ഇരുന്നു. ഇതാണോ ശശാങ്ക മുതലാളിയുടെ പരിഹാരം? ഇപ്പോൾ ബാബു സാർ സംസാരിച്ചു. ഇത് പരിഹാരമേയല്ല. ആ കുടുംബം ഇത് സമ്മതിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടുന്ന് അവരെങ്ങോട്ട് പോകും? അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. ശശാങ്കൻ കീഴ്ചുണ്ടിൽ ഒന്ന് തടവി. എങ്കിൽ പിന്നെ ഞാൻ കോടികൾ മുടക്കിയുണ്ടാക്കിയ ഈ ഓഡിറ്റോറിയം പൊളിച്ചു കളയണമെന്നാണോ നിങ്ങളുടെ ആവശ്യം? ഒരിക്കലുമല്ല, വിനു സാർ പറഞ്ഞു. പിന്നെ? ശശാങ്കൻ്റെ പുരികം ചുളിഞ്ഞു. ഒന്നുകിൽ ബാത്റൂം അവിടെ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് മാറ്റിപ്പണിയണം. ബാബു സാർ നിർദ്ദേശം വെച്ചു. ശശാങ്കന് പെരുത്ത് കയറി. അയാൾ ഒച്ച ഉയർത്തി. എങ്കിൽ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് പണിയാമടോ. ഇവിടെ വരുന്നവരോട് അവിടെ വന്ന് കാര്യം സാധിക്കാനും പറയാം. എന്താ? ഏയ്, വിനു സാറിൻ്റെ ഭാവം മാറി. നിങ്ങൾ കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. എനിക്ക് ഇത്രയൊക്കെയേ ഉള്ളടോ മാന്യത. അത് ഞങ്ങൾക്കറിയാം. അപ്പോഴേക്കും MLA-യും SP-യും ഇടപെട്ടു. നമ്മൾ വഴക്കിടാനല്ലോ ഇവിടെ വന്നത്. ഇതിനൊരു പരിഹാരം കാണാനാ. ഇതിൽ കൂടിയൊരു തീരുമാനം എനിക്കില്ല. ഇവനൊക്കെ എന്താവശ്യപ്പെട്ടാലും ഞാൻ അനുസരിക്കുമെന്ന് കരുതിയോ? എൻ്റെ ക്രഷർ യൂണിറ്റിൻ്റെ ഗേറ്റ് ഇവന്മാർ പൂട്ടിയത് ഞാനങ്ങ് ക്ഷമിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഋഷികേശിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. ശശാങ്കൻ്റെ മുഖം ചുവന്നു. എടാ കൊച്ചനെ, ഈ രാജ്യത്ത് SIയുടെ മക്കളെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. അതുമാത്രം ഓർത്തോ. മിസ്റ്റർ ശശാങ്കൻ. അത്രയുമായപ്പോൾ SP ഇടയ്ക്ക് കയറി. അയാളുടെ ശബ്ദം വല്ലാതെ മുറുകി. നിങ്ങൾക്ക് ടാങ്ക് മാറ്റി പണിയാൻ പറ്റുമോ ഇല്ലയോ? ആ ശബ്ദത്തിൽ വന്ന മാറ്റം ശശാങ്കനെ ഒന്ന് പകപ്പിച്ചു. സാർ, കുറച്ച് നേരമായി തൻ്റെ ഈ ഷോ കണ്ടുകൊണ്ട് ഞങ്ങളിരിക്കുന്നു. ഈ കേരളത്തിൽ ഒരു ശശാങ്കനും ഒന്നുമല്ലെന്നോർത്തോ. MLA-ക്കും SP-ക്കും മീതെയല്ല താൻ. വാസുരചന്ദ്രൻ്റെ നെറ്റിയിൽ ഞരമ്പുകൾ പിടയുന്നത് ശശാങ്കൻ കണ്ടു. എങ്കിലും തോൽക്കാൻ അയാൾ ഒരുക്കമല്ലായിരുന്നു. സാറ് കേസെടുത്തോ, നമുക്ക് കോടതിയിൽ കാണാം. അങ്ങനെ തന്നെ ഒരിടത്തേക്കും വിടുന്നില്ല. കോടതിയിൽ പോയി വർഷങ്ങളോളം കേസ് നീട്ടിക്കൊണ്ടുപോകാൻ തന്നെ ഞങ്ങൾ വിടത്തുമില്ല. പൊടുന്നനെ വാതിൽക്കൽ നിന്നൊരു ശബ്ദം. എല്ലാവരും തിരിഞ്ഞു നോക്കി. പ്രകാശ് ചന്ദ്രൻ സുഹൃത്തുക്കളും. പ്രകാശ്! SP വിളിച്ചത് അവൻ ശ്രദ്ധിച്ചില്ല. കനത്ത ചുവടുകളോടെ അവൻ അകത്തു കടന്നു. സുഹൃത്തുക്കൾ കരുതലോടെ വാതിൽക്കൽ നിന്നു. പ്രകാശിൻ്റെ വാക്കുകളിൽ തീപാറി. എടോ ശശാങ്ക, ഇക്കാര്യത്തിൽ താനൊരു തീരുമാനം ഈ നിമിഷം എടുത്തിരിക്കണം. അല്ലെങ്കിൽ ഇനി മൂത്രമൊഴിക്കാൻ പോലും ഈ കസേരയിൽ നിന്ന് താൻ എഴുന്നേൽക്കില്ല. ശശാങ്കൻ ഒന്ന് വിളറി. പ്രകാശ്! SP പിന്നെയും വിളിച്ചു. സോറി പപ്പ. പപ്പയ്ക്ക് മുകളിൽ നിന്ന് പ്രഷർ ഉണ്ടായേക്കും. ഈ 3rd റേറ്റിൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്ന്. എന്നാൽ ഞങ്ങൾക്കതില്ല. എന്തിനും ഏതിനും നിയമത്തിൻ്റെ നൂൽപ്പഴുതിലൂടെ രക്ഷപ്പെടുന്ന ഇവൻ്റെ രീതിയുണ്ടല്ലോ, അത് നിർത്തലാക്കാൻ പോവുകയാണ് ഞാൻ. പ്രകാശ്! MLA അബ്ദുൾ റസാഖും എന്തോ പറയാനാനും. വേണ്ട സാർ. സാർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടാൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഈ വേൾഡ് റാസ്കൽ പ്രശ്നമുണ്ടാക്കും. ഇവൻ്റെ അണികളെ വെച്ച് ഞാനാകുമ്പോൾ അത് കുഴപ്പമില്ല. പ്രകാശ് ചന്ദ്രൻ പിന്നിലേക്ക് കൈനീട്ടി. കൂട്ടുകാരിൽ ഒരാൾ ഒരു ചുരുട്ടിയ മുദ്രപത്രം അവിടേക്ക് വെച്ചു കൊടുത്തു. അവനത് നിവർത്തി ശശാങ്കൻ്റെ മുന്നിലെ മേശയിൽ അമർത്തി. തൻ്റെ പേരിൽ ഞാൻ വാങ്ങിയതത്. ഇതിൽ തൻ്റെ കൈക്കൊണ്ട് തന്നെ എഴുതിത്താ. ടാങ്ക് അവിടുന്ന് മാറ്റി പണിയാമെന്ന്. ശശാങ്കൻ SP-യെ നോക്കി. സാർ, നിങ്ങളുടെ മുന്നിൽ വച്ചാണ് ഇവൻ. സോറി. വാസുരചന്ദ്രൻ ചിരിച്ചു. ഇതിന് വേറെ സാക്ഷികളൊന്നുമില്ലല്ലോ. ഇവിടെ CCTV ക്യാമറയുമില്ല.
ചില ഘട്ടങ്ങളിൽ നിയമപാലകർ നീതിക്ക് വേണ്ടി കണ്ണടയ്ക്കുന്നതിൽ തെറ്റില്ലെന്ന് ഈ നിമിഷം ഞാൻ മനസ്സിലാക്കുന്നു. കോപതാപങ്ങളോടെ ശശാങ്കൻ പെട്ടെന്ന് സെൽഫോൺ എടുത്തു. വയ്ക്കിടാതവിടെ. പ്രകാശ് ചന്ദ്രൻ്റെ ഒച്ചയിൽ ആ മുറി വിറച്ചു. ശശാങ്കൻ അറിയാതെ ഫോൺ വെച്ചു. എഴുതു വേഗം. എല്ലാവരെയും ഒന്നുകൂടി നോക്കിയിട്ട് പെൻ സ്റ്റാൻഡിൽ നിന്ന് ഒരു പേനയെടുത്ത് ശശാങ്കൻ മുദ്രപത്രത്തിൽ എഴുതി. ടാങ്ക് മാറ്റി പണിയാമെന്ന്. ശശാങ്കൻ ഒഴികെയുള്ളവർ മുറി വിട്ടു. ആ മുദ്രപത്രം പ്രകാശ് ചന്ദ്രൻ വിദ്യാർത്ഥികളെ ഉയർത്തി കാണിച്ചു. അയാൾ സമ്മതിച്ചു. ആഹ്ലാദത്തോടെ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളിച്ചു മടങ്ങി. എന്നാൽ ഓഡിറ്റോറിയത്തിനുള്ളിൽ കലിക്കൊണ്ട് പുകയായിരുന്നു ശശാങ്കൻ. നാട്ടിലെ ഏതു കാര്യത്തിനും വിദ്യാർത്ഥികൾ ഇങ്ങനെ ഇടപെട്ടാൽ അത് അപകടമാണെന്ന് അയാൾ ഓർത്തു. ഈ പ്രവണത അവസാനിപ്പിക്കേണ്ട നേരമായെന്ന് അയാൾ തീർച്ചപ്പെടുത്തി. ഒരാഴ്ച കഴിഞ്ഞു. അന്ന് ചന്ദ്രശേഖരൻ്റെയും കാവേരിയുടെയും മൂത്ത മക്കളുടെ ജന്മദിനമായിരുന്നു. രാവിലെ തന്നെ വൈഷ്ണവും ഋഷികേശും ധനുഷും അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ പോയി പുഷ്പാഞ്ജലി നടത്തിയിട്ട് വന്നു. SP-യുടെ ഫാമിലി അടക്കം അടുത്ത സുഹൃത്തുക്കളെ മാത്രം ചന്ദ്രശേഖർ ഉച്ചയൂണിന് ക്ഷണിച്ചിരുന്നു. 11 മണിയോടെ എല്ലാവരും എത്തി. സ്കൂളിൽ നിന്ന് രാജൻ ബാബു സാറും വിനു സാറും NCCയുടെ ചാർജുള്ള നിഖിൽ സാറും ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ കൂടാതെ അന്ന് മറ്റൊരു അതിഥി കൂടി ഉണ്ടായിരുന്നു അവിടെ. കാവേരിയുടെ സഹോദരൻ പ്രഫുല്ലകുമാർ. കുട്ടികൾക്ക് ബർത്ത്ഡേ സമ്മാനമായി ഒരു പുത്തൻ ബൈക്കുമായാണ് അയാൾ എത്തിയത്. സുസുക്കി ഗിസ്കർ. അത് കണ്ട് ദക്ഷിണ മുഖം വീർപ്പിച്ചു. എനിക്കൊന്നും കൊണ്ടുവന്നില്ല എങ്കിലേ. അത് ഞാൻ നിന്റെ കല്യാണത്തിന് കൊണ്ടുവരാം. അത് കേട്ട് മറ്റുള്ളവർ പൊട്ടിച്ചിരിച്ചു. ദക്ഷിണയുടെ മുഖത്ത് നാണം പൂത്തു. അവൾ പ്രകാശ് ചന്ദ്രനെ ഒന്ന് നോക്കി. അവൻ ചിരി കടിച്ചൊതുക്കി. ബൈക്കിൽ തൊട്ട് തലോടിയെ നിൽക്കുകയാണ് വൈഷ്ണവും ധനുഷും ഋഷികേശും. പ്രകാശ് ചന്ദ്ര കീ വാങ്ങി ബൈക്ക് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് തിരികെ കൊണ്ടുവന്നു. കുട്ടികൾ പ്രകാശിനോട് എന്തോ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ചേട്ടൻ പറ. സിറ്റൗട്ടിലുണ്ടായിരുന്ന അതിഥികളും ചന്ദ്രശേഖരവും അത് കണ്ടു. എന്താടാ? SP തിരക്കി. ഇവർ ഇതൊന്ന് ഓടിച്ചോട്ടെന്ന് ശേഖരൻ അങ്കിളിനോട് ചോദിക്കാൻ. അത് ശരിയാവത്തില്ല, ചന്ദ്രശേഖർ പെട്ടെന്ന് പറഞ്ഞു. 17 വയസ്സായിട്ടുള്ളൂ നിങ്ങൾക്ക്. 18 പൂർത്തിയായി ലൈസൻസ് എടുത്തിട്ട് മതി ഓടിയൊക്കെ. കുട്ടികളുടെ മുഖം മ്ലാനമായി. ഇന്നത്തേക്കൊന്ന് സമ്മതിക്കു ശേഖര. SP-യും പിന്താങ്ങി. പ്രകാശിൻ്റെ ബൈക്കിൽ ഇവന്മാർ ഇത് ഓടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ചന്ദ്രശേഖർ എന്നിട്ടും ചിന്തിച്ചു നിന്നു. ദേ, താഴത്തെ റോഡിൽ വരെ പോയിട്ട് ഞങ്ങൾ ഇപ്പം വരാച്ചാ, മക്കൾ കെഞ്ചി. പ്ലീസ് അച്ഛാ. അതോടെ ചന്ദ്രശേഖർക്ക് മനസ്സറിഞ്ഞു. എങ്കിൽ ഓരോരുത്തർ പോയാൽ മതി. അങ്കിൽ ഞങ്ങൾ 3 പേർക്കും വേണ്ടിയല്ലേ ഇത് വാങ്ങിയത്. ഞങ്ങൾ ഒന്നിച്ചു വന്ന് പോകാം, ഒറ്റ തവണത്തേക്ക് മാത്രം. ഋഷികേശ് പറഞ്ഞത് മൂവരെ അതിൽ കയറി കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പ്രഫുല്ലകുമാർ അറിയിച്ചു. ഇന്ന് തന്നെ ബൈക്ക് പിന്നിലെ ഷെഡിൽ പുതപ്പിച്ചു വെച്ചേക്കണം. അടുത്ത ബർത്ത്ഡേക്ക് ശേഷമേ എടുക്കാവൂ. ഋഷികേശ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത നിമിഷത്തിലാണ് കാവേരിയും SP-യുടെ ഭാര്യ വനിതയും കൂടി പുറത്തേക്ക് വന്നത്. എല്ലാവരും വന്നാട്ടെ, ഇനി ഭക്ഷണം കഴിഞ്ഞ് സംസാരിക്കാം. 2 മിനിറ്റ്, ഇവന്മാർ താഴെ വരെ ഒന്ന് പോയിട്ട് വരട്ടെ, ചന്ദ്രശേഖർ പറഞ്ഞു. ഋഷികേശ് ബൈക്ക് മുന്നോട്ടെടുത്തു. വൈഷ്ണവ് അവൻ്റെ തോളിൽ പിടിച്ചിരുന്നു. ധനുഷ് വൈഷ്ണവിൻ്റെയും. ഓക്കെ പ്രകാശ് ചേട്ടാ. പ്രകാശ് ചന്ദ്രനെ നോക്കി തലയാട്ടിക്കൊണ്ട് അവർ പോയി. ഇറക്കമിറങ്ങി ബൈക്ക് മെയിൻ റോഡിൽ കയറി. കൊട്ടാരക്കര വെളിയൻ റോഡിലൂടെ ഓയൂരിനുള്ള ആഞ്ജനേയ ബസ് ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ടു. എടാ ഋഷി, അച്ഛൻ ഏതായാലും ഇനി കുറച്ചു കാലത്തേക്ക് ബൈക്ക് തരത്തില്ല. നീ ഒരു സെൽഫി എടുക്ക്, നാളെ സ്കൂളിൽ കൊണ്ടുപോയി കാണിക്കാം. ധനുഷ് സെൽഫോൺ എടുത്ത് ക്യാമറ മോഡിലാക്കിയിട്ട് ഋഷികേശിന് നൽകി. അവൻ ബൈക്കിൻ്റെ വേഗം കുറയ്ക്കാതെ തന്നെ അല്പം കൂടി മുന്നോട്ടാഞ്ഞ് ഫോൺ നീട്ടിപ്പിടിച്ചു. മൂവരെയും അവർ അതിൽ കണ്ടു. സ്മൈൽ പ്ലീസ് പറഞ്ഞുകൊണ്ട് ഋഷികേശ് ടച്ച് സ്ക്രീനിൽ സ്പർശിച്ചു. അടുത്ത നിമിഷം ചീറിപ്പാഞ്ഞു വന്ന ഒരു പിക്കപ്പ് വാൻ ബ്രേക്കിടുന്ന ഒച്ച ശബ്ദം കേട്ട് വഴിയാത്രക്കാർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആർത്തനാദത്തോടെ ഒരു ബൈക്കിൽ നിന്ന് 3 പേർ തെറിക്കുന്നു. പിക്കപ്പ് വാൻ ബൈക്കിടിച്ച് നിരക്കി. റോഡിൽ തീപ്പൊരികൾ ചിതറി. അയ്യോ! കണ്ടു നിന്നിരുന്നവർ പോലും അലറിക്കരഞ്ഞു. ബൈക്കിൽ നിന്ന് തെറിച്ച വൈഷ്ണവും ഋഷികേശും ധനുഷും റോഡിൽ തല്ലി അലച്ചു വീണു. അടുത്ത നിമിഷം ജനങ്ങൾ എന്തോ വിളിച്ചു പറയുന്നതിനിടയിൽ പിക്കപ്പ് വാനിന് തൊട്ടു പിന്നാലെ ശരവേഗത്തിൽ പാഞ്ഞു വന്ന ടിപ്പർ ലോറിയുടെ ഡ്രൈവർ ബ്രേക്ക് അമർത്തി. പക്ഷേ വൈഷ്ണവ് റോഡിൽ നിന്ന് കൈക്കുത്തി എഴുന്നേൽക്കാൻ ഭാവിക്കുന്നതിനിടയിൽ ടിപ്പർ വീണ്ടും അവനെ റോഡിലേക്ക് ഇടിച്ചിട്ടു. അവൻ്റെ അരയ്ക്ക് ചേർന്ന് അതിൻ്റെ ടയറുകൾ കയറിയിറങ്ങി. പിന്നെയും 10 അടിയോളം മുന്നോട്ട് നീങ്ങിയാണ് ലോറി നിന്നത്. റോഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഋഷികേശും ധനുഷും ആ കാഴ്ച കണ്ടു. വൈഷ്ണവ്! അവരുടെ വിലാപം ഭീതി കാരണം തൊണ്ടയിൽ കുരുങ്ങി. ടിപ്പറിൻ്റെ ഡ്രൈവർ തല പുറത്തേക്ക് നീട്ടി നോക്കി. പിന്നെ അത് ഇടതുവശത്തേക്ക് നീക്കി നിർത്തിയിട്ട് ഇറങ്ങിയോടി. ബൈക്കിനെ ഇടച്ച് നിരക്കിക്കൊണ്ട് പോയ പിക്കപ്പ് വാനിൻ്റെ ഡ്രൈവറും സഹായിയും അതിനു മുമ്പേ ഓടി മറിഞ്ഞിരുന്നു. ഓടിക്കൂടിയ ജനങ്ങൾ കണ്ടു അരയ്ക്ക് താഴെ ചോരയിൽ കുതിർന്ന ഒരു മാംസക്കഷ്ണമായി വൈഷ്ണവ്. വീഴ്ചയിൽ അവൻ്റെ ശിരസിലും മാരകമായ മുറിവേറ്റിരുന്നു. തറയിൽ കിടന്ന് വെട്ടിപ്പിടയുന്ന അവൻ്റെ ശിരസിലൂടെയും ചോര പതഞ്ഞൊഴുകി. വല്ലവിധേനയും എഴുന്നേറ്റ ഋഷികേശും നടു തളർന്നതുപോലെ പിന്നെയും വീണു. ധനുഷിന് മാത്രം കാര്യമായ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നി. അവൻ്റെ കൈക്കാൽ മുട്ടുകൾ ഒരിഞ്ഞു പൊട്ടിയിട്ടുണ്ട് എന്നതൊഴികെ.
ജനങ്ങൾ ആദ്യം അവിടെയെത്തിയ ഒരു ക്വാളിസ് കൈ കാണിച്ചു നിർത്തി. മുന്നിലെ രംഗം പന്തിയല്ലെന്ന് കണ്ട് അയാൾ വെട്ടിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ജനം സമ്മതിച്ചില്ല. മൂവരെയും അതിൽ കയറ്റി അവരിൽ ചിലരും കയറി. അസീസി ഹോസ്പിറ്റലിലേക്ക് വിട്ടോ? അവിടെ നിന്ന് 5 കിലോമീറ്റർ ദൂരമേയുള്ളൂ മിയന്നൂർ അസീസി ഹോസ്പിറ്റലിലേക്ക്. ധനുഷിൻ്റെ മടിയിലേക്ക് തലവെച്ചാണ് വൈഷ്ണവ് കിടന്നത്. എടാ വൈഷ്ണവേ! ധനുഷ് അവനെ കെട്ടിപ്പിടിച്ച് തേങ്ങി. ഒരു നിമിഷം വൈഷ്ണവ് കണ്ണു തുറന്നു. ധനുഷിൻ്റെ കയ്യിൽ അള്ളിപ്പിടിച്ചു. അവൻ്റെ ചുണ്ടൊന്ന് അനങ്ങി. സതീശൻ, പ്രകാശേട്ടൻ. ധനുഷിൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്താ എന്താ അവരോട് പറയേണ്ടത്? പക്ഷേ അപ്പോഴേക്കും വൈഷ്ണവിൻ്റെ ബോധം പിന്നെയും മറഞ്ഞു. വിവരമറിഞ്ഞ് വെളിയം ജംഗ്ഷനിൽ നിന്ന് ബൈക്കുകളിലും ഓട്ടോകളിലും മറ്റുമായി ജനങ്ങൾ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. അവർ പോലീസിന് ഫോൺ ചെയ്തു. ആ വണ്ടിക്കാരെന്തിയെ? ആരോ തിരക്കി. അവന്മാർ രക്ഷപ്പെട്ടു. പിക്കപ്പ് വാനിനിടയിൽ ഇടയ്ക്ക് ഇടിച്ചു കയറി ചുളുങ്ങിയിരുന്ന ബൈക്ക് അവർ കണ്ടു. ഏതാ പിള്ളേര്? അവരറിയാത്ത ചിലർ മറ്റുള്ളവരെ നോക്കി. നമ്മുടെ SIയുടെ മക്കളാ, നല്ല മിടുക്കന്മാർ. അപ്പോൾ മറ്റൊരാൾക്ക് സംശയം. എനിക്ക് തോന്നുന്നത് ആ പിള്ളേരുടെ ഭാഗത്താണ് തെറ്റെന്നാ. ഇനി അത് പറഞ്ഞിട്ട് എന്താ കാര്യം? വന്നത് വന്നു. അപ്പോൾ റോഡ് സൈഡിലെ പുല്ലുകൾക്കിടയിൽ എന്തോ കിടക്കുന്നത് കണ്ട് ഒരാൾ അതെടുത്തു. സെൽഫോൺ. ഇതാ കുട്ടികളുടേതായിരിക്കും. അയാൾ അത് തിരിച്ചും മറിച്ചു നോക്കി. അതിൻ്റെ ക്യാമറ അപ്പോഴും ഓണാണെന്ന് കണ്ടു. ആ സമയം SI ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ. അയാൾ അസ്വസ്ഥനായി വാച്ച് നോക്കി. കുട്ടികൾ പോയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. 2 കിലോമീറ്റർ കൂടുതലില്ല മെയിൻ റോഡിലേക്ക്. ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവന്മാരിത് എങ്ങോട്ട് പോയി? ചന്ദ്രശേഖർ മറ്റുള്ളവരൊന്ന് ഓടിച്ചു നോക്കി. ഇന്നിങ്ങോട്ട് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ സമ്മാനം. നല്ലൊരു ദിവസമായിട്ട് ഇന്ന് അവരെ താനൊന്നും പറയരുത് കേട്ടോ, പ്രത്യേകിച്ചും ഞങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച്. SP ബാസുരചന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. അല്ല സാർ, അവന്മാർ പോട്ടെങ്കിലേ, പ്രകാശ് ചന്ദ്രൻ പറഞ്ഞു. അവർ ചിലപ്പോൾ ജംഗ്ഷൻ വരെ പോയിട്ടുണ്ടാവും. ആദ്യമായി കിട്ടിയ ബൈക്കല്ലേ, ആ ഒരു സന്തോഷത്തിന്. ചന്ദ്രശേഖർ മറുപടി പറഞ്ഞില്ല. കാവേരിയും അസ്വസ്ഥയായി. ഊണ് വിളമ്പിയിട്ട് നേരം ഇത്രയുമായി. അവന്മാരിത് എന്തു ഭാവിച്ചാ? സാരമില്ല കാവേരി, SPയുടെ ഭാര്യ വനിത അവരെ ആശ്വസിപ്പിച്ചു. പെട്ടെന്ന് ചന്ദ്രശേഖർ സെൽഫോൺ എടുത്ത് അവരെ വിളിക്കാൻ ഭാവിച്ചു. ആ ക്ഷണം അതിൽ ബെൽ മുഴങ്ങി. ചന്ദ്രശേഖർ കണ്ടു മക്കളുടെ നമ്പർ. 3 പേർക്കും കൂടി ഒറ്റ ഫോണാണ് അയാൾ വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. അയാൾ ഫോൺ കാതോടമർത്തി. എന്താണോ താമസിക്കുന്നത്? സാർ, ഞാൻ രാജനാണ്, ഹെഡ് കോൺസ്റ്റബിൾ. അപ്പുറത്ത് നിന്ന് ശബ്ദം കേട്ടു. ചന്ദ്രശേഖരൻ്റെ നെറ്റി ചുളിഞ്ഞു. എന്താ രാജ, ഈ ഫോൺ തൻ്റെ കയ്യിൽ എങ്ങനെ വന്നു? ചോദ്യം കേട്ടതും മറ്റുള്ളവർ സംശയത്തോടെ അയാൾക്ക് നേരെ തിരിഞ്ഞു. സാർ, അത്... അപ്പുറത്ത് പതർച്ച. പേടിക്കാനൊന്നുമില്ല, അവർക്ക് ചെറിയൊരു ആക്സിഡൻറ്റ്. മുഴുവൻ കേട്ടില്ല ചന്ദ്രശേഖർ. ഒരു മഹാശൂന്യതയിൽ അകപ്പെട്ട പ്രതീതി. അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ വഴുതിപ്പോയി. ആശങ്ക തോന്നിയ പ്രകാശ് ചന്ദ്രൻ പെട്ടെന്ന് അതെടുത്തു. ഹെഡ് കോൺസ്റ്റബിൾ രാജനിൽ നിന്ന് വിവരമറിഞ്ഞു. എന്താ പ്രകാശേ? SP ചാടി എഴുന്നേറ്റു. പപ്പ, അവൻ കാര്യം പറഞ്ഞു. ഈശ്വര, എൻ്റെ കുഞ്ഞുങ്ങൾ. പിന്നിൽ ഒരു വിലാപവും ഒപ്പം എന്തോ തറയിൽ വീഴുന്ന ഒച്ചയും. എല്ലാവരും തിരിഞ്ഞു നോക്കി. കാവേരി. അമ്മേ! അവരെ കെട്ടിപ്പിടിച്ച് ദക്ഷിണയും കരയാൻ തുടങ്ങി. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുക പപ്പ. പ്രകാശ് ചന്ദ്രൻ ബൈക്കിൽ ചാടിക്കയറി. ഒപ്പം വിനു സാറും. രാജൻ ബാബു സാറും മറ്റൊരു ബൈക്കിൽ. സാർ! ചന്ദ്രശേഖർ തളർന്നു. SP അയാളുടെ തോളിൽ പിടിച്ചു. ചന്ദ്രശേഖർ അയാളുടെ നെഞ്ചിലേക്ക് വീണു. എന്നാലും അവരുടെ ബർത്ത്ഡേയുടെ ദിവസം തന്നെ. ശേഖര, റിലാക്സ്. അവർക്കൊന്നും സംഭവിക്കില്ല. നമുക്കും വേഗം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാം. ചന്ദ്രശേഖർ പെട്ടെന്ന് കണ്ണീരൊപ്പി. അച്ഛാ, ഞാനും വരുന്നു. വിലപിച്ചുകൊണ്ട് ദക്ഷിണയും ഓടി വന്നു. വേണ്ട. ചന്ദ്രശേഖർ പെട്ടെന്ന് സംയമനം കൈവരിച്ചതുപോലെയായി. നീ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. ചെല്ല്. സ്ത്രീകൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന കാവേരിയെ താങ്ങിക്കൊണ്ട് അകത്തേക്ക് പോയി. സെക്കൻഡുകൾക്കുള്ളിൽ SPയുടെ കാർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അതിൽ ചന്ദ്രശേഖരെ കൂടാതെ പ്രഫുല്ലകുമാറിനും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ബൈക്ക് വാങ്ങിക്കൊടുത്തതിൻ്റെ കുറ്റബോധത്തിലാണ് പ്രഫുല്ലകുമാർ. സംഭവം അറിഞ്ഞ ശേഷം അയാൾ ഒറ്റ വാക്കും വേണ്ടിയിട്ടില്ല. കാർ മെയിൻ റോഡിലേക്ക് ചെല്ലുമ്പോൾ അപ്പോഴും ആൾക്കൂട്ടം ഉണ്ടായിരുന്നു അവിടെ. ചന്ദ്രശേഖർ അതിനുള്ളിലുണ്ടെന്ന് മനസ്സിലാക്കിയ ജനം അമ്പരപ്പിൽ കാറിലേക്ക് തുറച്ചു നോക്കി. വെളിയൻ ജംഗ്ഷനിൽ നിന്ന് കാർ വലത്തേക്ക് തിരിഞ്ഞു കൊല്ല റോഡിലേക്ക്. അവിടെ നിന്ന് പിന്നെ ഇടത്തേക്ക്. സാർ! പെട്ടെന്ന് ചന്ദ്രശേഖർ മറ്റൊരു ഭാവത്തിലായി. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല അവർക്ക്, അല്ലേ? ഇല്ലെന്നേ. എതിരെ വന്ന ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടയിൽ വാസുചന്ദ്രൻ സമ്മതിച്ചു. അഥവാ പറ്റിയാൽ തന്നെ നമുക്ക് സഹിക്കാതെ പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടും കാര്യമില്ലല്ലോ. ചന്ദ്രശേഖർ പറയുന്നത് കേട്ട് അമ്പരപ്പിൽ SP അയാളെ നോക്കി. ചന്ദ്രശേഖറിൻ്റെ സമനിലയ്ക്ക് കാര്യമായ മാറ്റം വന്ന പോലെ. അസീസി ഹോസ്പിറ്റൽ. കാർ ബ്രേക്കിട്ടു. അവിടെ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ബൊലേറോയും കുറേ പോലീസുകാരെയും കണ്ടു. അവർ പെട്ടെന്ന് മുന്നോട്ട് വന്ന് അറ്റൻഷനായി. എവിടെയാ? SP തിരക്കി. ആ ഭാഗത്ത് കാഷ്വാലിറ്റിയിൽ. ഒരാൾ അവരെ മുന്നോട്ട് നയിച്ചു.
കാറ് മാറ്റിയിട്ടേരെ. എസ് പിക്ക് ഒരു കോൺസ്റ്റബിളിനെ ഏൽപ്പിച്ചു. ചന്ദ്രശേഖരുടെ കയ്യിൽ എസ് പി മുറുകെ പിടിച്ചിരുന്നു. കാഷ്വാലിറ്റി. നല്ല ആൾത്തിരക്കുണ്ടായിരുന്നു അതിനു മുന്നിൽ. പ്രകാശ് ചന്ദ്രനെയും അധ്യാപകരെയും കൂടാതെ വെളിയത്തുള്ള ഓട്ടോ ഡ്രൈവർമാർ ഏറെ പേർ. അവർ ഇരുവശത്തേക്കും വഴിമാറി. അടഞ്ഞ വാതിലിന് മുന്നിൽ അവരെത്തി. അങ്കിൾ. പ്രകാശ് ചന്ദ്ര വന്ന് ചന്ദ്രശേഖരന്റെ കരം കവർന്നു. എന്തിയെ പ്രകാശ്, എൻ്റെ കുഞ്ഞുങ്ങൾ? അയാൾ യാന്ത്രികമായി തിരക്കി. അകത്തുണ്ട്. ഇപ്പോൾ നമുക്ക് അവിടേക്ക് ചെല്ലുവാൻ അനുവാദമില്ല. അങ്കിൾ ഇവിടെ ഇരിക്കേ. വാതിലിനടുത്ത് തന്നെയുള്ള ഒരു കസേരയിൽ അവൻ അയാളെ ഇരുത്തി. തൊട്ടടുത്ത് പ്രഫുല്ലകുമാറും ഇരുന്നു. അപ്പോൾ വാതിൽ തുറന്ന ഒരാൾ പുറത്തിറങ്ങി. ധനുഷ്. കൈകാലുകളിൽ ബാൻഡേജ്. അവൻ ചുറ്റും നോക്കി. ആ കണ്ണുകൾ ചന്ദ്രശേഖറിൽ പതിഞ്ഞു. അച്ഛാ. ഭീതിയും കുറ്റബോധവും കലർന്ന വിളി. ചന്ദ്രശേഖർ ചാടി എഴുന്നേറ്റു. അവനെ ആപാദചൂടൊന്ന് നോക്കി. പിന്നെ ഒറ്റപ്പിടുത്തം. മോനെ. എന്തിയടാ? ഋഷിയും വൈഷ്ണവും അവരകത്തുണ്ടച്ചാ. അവർക്ക് വല്ലതും പറ്റിയോടാ? ധനുഷിൻ്റെ കണ്ണുകളിൽ പെട്ടെന്ന് ആശങ്ക മിന്നി. വൈഷ്ണവിൻ്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങുന്ന ടിപ്പറിൻ്റെ ടയറുകൾ. അച്ഛാ. അവൻ ബാക്കി പറയും മുമ്പ് പിന്നിൽ നിന്ന് പ്രകാശ് ചന്ദ്രൻ തോട്ടി. പറയാമെന്നത് ധനുഷ് വിഴുങ്ങി. പറഞ്ഞതെങ്ങനെ? അവർ അപ്പുറത്തെ മുറിയിലാണ്. എന്നെ കാണിച്ചില്ല അച്ഛാ. പെട്ടെന്ന് കാഷ്വാലിറ്റിയുടെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് തലനീട്ടി. ഞൊടിയിടയിൽ പ്രകാശ് ചന്ദ്രൻ അവർക്കടുത്ത് ചെന്നു. സിസ്റ്റർ. അവൻ ശബ്ദം താഴ്ത്തി. അവർക്ക് ബ്ലഡ് വേണം. അത്രയേ അവൾ പറഞ്ഞുള്ളൂ. തരാം. അവൻ ഓട്ടോ ഡ്രൈവർക്ക് കണ്ണുകൊണ്ട് ഒരു നിർദ്ദേശം കൊടുത്തു. ഇതൊന്നും ചന്ദ്രശേഖർ കണ്ടില്ല. അരമണിക്കൂർ കഴിഞ്ഞു. എസ് പി ബാസുരചന്ദ്രനും പ്രകാശും ഡോക്ടറെ കണ്ടു. ഡോക്ടർ അവരെ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. സാർ. ഡോക്ടർ പറഞ്ഞു. വൈഷ്ണവ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയാലും? ഡോക്ടർ പൂർത്തിയാക്കും മുമ്പ് ബാസുരചന്ദ്രൻ തടഞ്ഞു. കൊണ്ടുപോകാം. അതിനു വേണ്ട ഏർപ്പാട് ചെയ്തോളൂ. ശരി സാർ. വിഷയം ചന്ദ്രശേഖരനോട് അവതരിപ്പിച്ചതും എസ് പി തന്നെയാണ്. പേടിക്കാനൊന്നുമില്ല ശേഖര. എന്നാലും ഇവിടെ സൗകര്യങ്ങൾ പോരെന്ന് ഡോക്ടർമാർക്കൊരു തോന്നൽ. നമുക്ക് വൈഷ്ണവിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയാലോ? ചന്ദ്രശേഖർ എസ് പിയെ തുറച്ചു നോക്കി. നമ്മൾ പലരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ സാർ. സാരമില്ല. ഞാൻ മനസ്സിങ്ങനെ പാകപ്പെടുത്തി കഴിഞ്ഞു സാർ. അയാളുടെ ഒച്ച ചിലമ്പി. പക്ഷേ കാവേരി, അവളോട് ഞാൻ എന്തു പറയും? നമുക്കാദ്യം ധനുഷിനെ വീട്ടിലേക്ക് അയക്കാം. എന്തോ ചിന്തിച്ചുകൊണ്ട് ബാസുരചന്ദ്രൻ പറഞ്ഞു. ഒപ്പം പോലീസ് വണ്ടിയിൽ തന്നെ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എസ് പി നിർദ്ദേശിച്ചു. 10 മിനിറ്റ്. വൈഷ്ണവനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ പൂർത്തിയായി. സർവ്വസജ്ജമായ ആംബുലൻസിലാണ് അതിനെ ഏർപ്പാടാക്കിയിരുന്നത്. ഒരു ഡോക്ടറും നഴ്സും ഒപ്പം പോകാനും തീരുമാനിച്ചു. ആംബുലൻസിലേക്ക് കയറ്റാൻ നേരം മാത്രം വൈഷ്ണവിനെ ചന്ദ്രശേഖരെ കാണിച്ചു. ഓക്സിജൻ മാസ്കിനിടയിൽ മകൻ്റെ കണ്ണും പൂട്ടിയ വിളറിയ മുഖം കണ്ട് അയാൾ ഉലഞ്ഞുപോയി. ആംബുലൻസിലേക്ക് കയറാൻ ശ്രമിച്ച അയാളെ എസ് പി തടഞ്ഞു. വേണ്ട. ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. താൻ ഇവിടെ തന്നെ ഉണ്ടാവണം. പ്രകാശൻ തൻ്റെ അളിയനും അധ്യാപകരുമൊക്കെ വൈഷ്ണവിൻ്റെ കൂടെ പോകുന്നുണ്ട്. ആംബുലൻസ് പാഞ്ഞുപോയി. ഒരു കാറിന് പിന്നാലെ പ്രകാശ് ചന്ദ്രനും അധ്യാപകരും. കാഷ്വാലിറ്റിക്ക് മുന്നിൽ വീണ്ടും ചന്ദ്രശേഖർ ബാക്കിയായി. സന്ധ്യ. ഋഷികേശിനെ മുറിയിലേക്ക് മാറ്റി. വിവരമറിഞ്ഞ ഉടൻ അവിടേക്ക് പായുകയായിരുന്നു ചന്ദ്രശേഖർ. മുറിയിൽ കണ്ണു തുറന്നു കിടക്കുന്നു ഋഷികേശ്. ചന്ദ്രശേഖരെ കണ്ടതും അവൻ വിങ്ങിപ്പൊട്ടി. അച്ഛാ. അച്ഛൻ ക്ഷമിക്കണം. ചന്ദ്രശേഖരൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. സാരമില്ല. മകൻ്റെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് അയാൾ അവൻ്റെ മുടിയിൽ തലോടി. അവൻ്റെ അരക്കെട്ടിനെ ചുറ്റി പ്ലാസ്റ്റർ ഇട്ടിരുന്നു. കൈക്കാലുകളിലും നെറ്റിയിലും ബാൻഡേജുകൾ. ഉണ്ടായത് എന്താണ് ചന്ദ്രശേഖരൻ അവരോട് തിരക്കി. പക്ഷേ ബാസുരചന്ദ്രൻ തടഞ്ഞു. അതൊക്കെ പിന്നീട് നമുക്ക് ചോദിക്കാം. ഇപ്പോൾ ഋഷി വിശ്രമിക്കട്ടെ. അപ്പോൾ പിന്നിൽ ഒരു വിളി കേട്ടു. മോനെ ഋഷി. അവർ തിരിഞ്ഞു നോക്കി. ഒരു ഭ്രാന്തിയെപ്പോലെ അകത്തേക്ക് ഒഴി വരുന്നു കാവേരി. ഒപ്പം ധനുഷും ദക്ഷിണയും വനിതയുമുണ്ട്. മെഡിക്കൽ കോളേജ്. എസ് പിക്കും പ്രകാശ് ചന്ദ്രനുമൊപ്പം എസ് ഐ ചന്ദ്രശേഖർ വൈഷ്ണവിനെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ റൂമിലെത്തി. അവനെ ഇവിടെ എത്തിച്ചിട്ട് ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. ഡോക്ടർ എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു. പിന്നെ സംസാരിച്ചു. 2 ഓപ്പറേഷനുകൾ നടത്തി കഴിഞ്ഞു. വൈഷ്ണവ് ഇപ്പോൾ വെന്റിലേറ്ററിലാണുള്ളത്. 48 മണിക്കൂറുകൾ കൂടി കഴിയാതെ എനിക്കൊന്നും പറയാനാവില്ല. ഒന്ന് നിർത്തിയിട്ട് ചന്ദ്രശേഖരൻ നോക്കി ഡോക്ടർ തുടർന്നു. ഹെഡ് ഇഞ്ചുറിയാണ് പ്രധാന പ്രശ്നം. അവിടെ ഒരു ഓപ്പറേഷനുള്ള സ്കോപ്പ് ഇപ്പോൾ കാണുന്നുമില്ല. മെഡിസിനോടൊന്നും ബ്രെയിൻ റിയാക്ട് ചെയ്യുന്നില്ല. ആർക്കും മിണ്ടാനായില്ല. ചന്ദ്രശേഖർ കണ്ണുകൾ പൂട്ടി. എന്നിട്ടും പോളകളെ പിളർത്തിക്കൊണ്ട് 2 തുള്ളികൾ കവിളേക്കിറ്റു. മറ്റാരും കാണാതെ അയാളത് തുടച്ചു. അടുത്ത ദിവസം ആക്സിഡൻറ്റിൽപ്പെട്ട പിക്കപ്പ് വാനിൻ്റെയും ടിപ്പർ ലോറിയുടെയും ഡ്രൈവർമാർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. അമിത വേഗത്തിൽ വാഹനം ഓടിച്ചതിനും അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്തു. പിക്കപ്പ് വാനിലുണ്ടായിരുന്നത് 2 ബംഗാളികളായിരുന്നു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വെളിയത്ത് താമസിക്കുന്നവർ. കോൺക്രീറ്റ് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് എംസാൻഡ് തീർന്നപ്പോൾ അത് കൊണ്ടുവരുവാൻ തിടുക്കത്തിൽ പോവുകയായിരുന്നു. അവരെന്ന് പോലീസിന് മൊഴിയും നൽകി. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞു. മെഡിക്കൽ കോളേജിൽ വൈഷ്ണവിൻ്റെ നിലയിൽ കാര്യമായി പുരോഗതിയൊന്നും ഉണ്ടായില്ല.
അണുബാധയുണ്ടാവാതിരിക്കാൻ അവൻ്റെ അടുത്തേക്ക് പോകുവാൻ ഡോക്ടർമാർ ആരെയും അനുവദിച്ചില്ല. രാവിലെ കാവേരിയും ദക്ഷിണയും ധനുഷും കൂടി മെഡിക്കൽ കോളേജിലെത്തി. ഋഷികേശിൻ്റെ അരികിൽ പ്രഫുല്ലകുമാറിനെ ഇരുത്തിയിട്ടാണ് വരവ്. മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു പ്രകാശ് ചന്ദ്രൻ. സമീപത്തുള്ള ഒരു ലോഡ്ജിൽ അവൻ റൂം എടുത്തിരുന്നു. ഉച്ച കഴിഞ്ഞ നേരം SP ഭാസുരചന്ദ്രനും വനിതയും കൂടി അവിടെ എത്തി. ഡോക്ടർ ചന്ദ്രശേഖരനെ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഭാസുരചന്ദ്രനും ഒപ്പം പോയി. വരൂ. ഡോക്ടർ മുന്നിലെ കസേരകളിലേക്ക് കൈ ചൂണ്ടി. ഇരുവരും ഇരുന്നു. ഡോക്ടർ ഇരുവരെയും മാറി മാറി നോക്കിയിട്ട് ചുണ്ടനക്കി. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുവാനുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ചന്ദ്രശേഖരൻ്റെ നെഞ്ചെടുപ്പിന് വർദ്ധിച്ചു. ഡോക്ടറുടെ മുഖത്ത് ഒട്ടും സന്തോഷമില്ലെന്നും അയാൾ തിരിച്ചറിഞ്ഞു. എന്താണെങ്കിലും ഡോക്ടർക്ക് പറയാം. ചന്ദ്രശേഖർ സമ്മതിച്ചു. വാസ്തവത്തിൽ വൈഷ്ണവിൻ്റെ പകുതി ശരീരവും പകുതി പ്രാണനുമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ചന്ദ്രശേഖർ തീപ്പൊള്ളലേറ്റതുപോലെ ഒന്ന് പിടഞ്ഞു. അങ്ങനെ സംശയിച്ചിരുന്നതാണെങ്കിലും ഡോക്ടറുടെ നാവിൽ നിന്ന് തന്നെ ഇങ്ങനെ കേട്ടപ്പോൾ ഡോക്ടർ തുടർന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ 1-2 ദിവസം കൂടി നമുക്ക് വൈഷ്ണവിനെ ഈ രൂപത്തിൽ കാണാൻ കഴിഞ്ഞേക്കും. അതും കൂടി കഴിഞ്ഞാൽ. ചന്ദ്രശേഖർ മേശയിൽ അള്ളിപ്പിടിച്ച് ഒരു നിമിഷം ഇരുന്നു. പിന്നെ വേച്ചു പോകുന്ന കാലുകളോടെ എഴുന്നേറ്റു പുറത്തേക്ക് നടന്നു. പ്രകാശ് ചന്ദ്രനും കൂടെ പോയി. ഭാസുരചന്ദ്രൻ ഡോക്ടറെ നോക്കി. വിദേശത്ത് അങ്ങനെ കൊണ്ടുപോയാലോ ഡോക്ടർ? സാർ, ഡോക്ടർ മുഖത്ത് പ്രത്യേക ഭാവമാറ്റമുണ്ടായി. എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു മെഡിക്കൽ സയൻസിനും വൈഷ്ണവിനെ രക്ഷിക്കാനാവില്ല. പിന്നെ പറയൂ ഡോക്ടർ. SP അയാളെ തുറച്ചു നോക്കി. താങ്കളോടായതുകൊണ്ട് എനിക്ക് പറയാം. പേഷ്യൻറ്റിൻ്റെ അച്ഛനോട് പറഞ്ഞാൽ അയാൾക്കത് അംഗീകരിക്കാനാവില്ല. വൈഷ്ണവിൻ്റെ അവയവങ്ങൾ ഇപ്പോഴാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിലനിൽക്കും. I mean ഓർഗൻ ഡൊണേഷന് പേഷ്യൻറ്റിൻ്റെ മാതാപിതാക്കൾക്ക് സമ്മതമാണെങ്കിൽ. പക്ഷേ ഞാൻ നിർബന്ധിക്കില്ല. അവയവദാനം. ഭാസുരചന്ദ്രൻ എഴുന്നേറ്റു. ഇടനാഴിയിൽ തളർന്നിരിക്കുകയായിരുന്നു ചന്ദ്രശേഖർ. തൊട്ടരികിൽ കാവേരിയും. വളരെ സൂക്ഷിച്ചാണ് ഭാസുരചന്ദ്രൻ വിഷയം അവതരിപ്പിച്ചത്. ഒരു പുണ്യപ്രവൃത്തിയായേ ഞാനിതിനെ കാണുന്നുള്ളൂ. വൈഷ്ണവ് മറ്റുള്ളവരിലൂടെ ജീവിക്കുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇല്ല. കേട്ടതേ കാവേരി അലറിക്കരഞ്ഞു. ഞാൻ സമ്മതിക്കത്തില്ല. ഇടനാഴിയിലൂടെ പോയവർ അത് കേട്ട് തുറച്ചു നോക്കി. പ്രകാശ് ചന്ദ്രനും പപ്പയുടെ അഭിപ്രായത്തോട് യോജിച്ചു. സത്യത്തെ നമ്മൾ അംഗീകരിക്കണം മാറ്റി. ഡോക്ടർമാർ പോലും നിസ്സഹായരായ നിലയ്ക്ക്. വേണ്ട. കാവേരി കാതുകൾ പൊത്തി. എനിക്ക് കേൾക്കണ്ട. അവർ ദക്ഷിണയുടെ തോളിലേക്ക് മുഖം പൂഴ്ത്തി. ചന്ദ്രശേഖർ പക്ഷേ സത്യത്തെ മനസ്സിലാക്കി. മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. മകൻ ഇനി ഒരിക്കലും തന്നെ അച്ഛാന്ന് വിളിക്കില്ലെന്ന്. അധിക സമയം മുറിയിലുണ്ടായിരിക്കില്ലെന്ന്. ഇടയ്ക്ക് ഡോക്ടർ പ്രകാശ് ചന്ദ്രനെ വിളിച്ചു പറഞ്ഞു. നേരത്തെ ഞാൻ SP സാറിനോട് പറഞ്ഞ കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ വേണം. വൈഷ്ണവിൻ്റെ മസ്തിഷ്ക മരണം പൂർണ്ണമായി. ഇനി. പ്രകാശിൻ്റെ കണ്ണുകളും നനഞ്ഞു. അവൻ തിടുക്കത്തിൽ ചന്ദ്രശേഖരൻ്റെ അടുത്തെത്തി. അങ്കിൾ, ആൻറ്റി, ഡോക്ടർ പറഞ്ഞ കാര്യം നമുക്കിനി ചിന്തിക്കാൻ സമയമില്ല. ചന്ദ്രശേഖരന് കാര്യം മനസ്സിലായി. എൻ്റെ മകൻ മറ്റുള്ളവരിലൂടെയെങ്കിലും ജീവിക്കട്ടെ. സമ്മതിക്കൂ കാവേരി. കാവേരി അയാളെ കെട്ടിപ്പിടിച്ചു. അത് അവരുടെ സമ്മതമായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞു. ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് നിന്ന് ഒരാൾ ആരോടോ സെൽഫോണിൽ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവർ സമ്മതിച്ചു. ഈ കളിക്ക് ഇവിടെ സമാപനം. കഥ തുടരും.